കാലത്ത് എന്ന് വെച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ഇന്ന് കേരളമായി രൂപം കൊണ്ടിട്ടില്ല. നമ്മുടെ മലബാറിൻ്റെയൊക്കെ അവസ്ഥ പരമദയനീയമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചിലർ പറയാറുണ്ട് എല്ലാം പഴയതിലേക്ക് തിരിച്ചു പോയാൽ ഗംഭീരാകും, ഈ പുതിയ കാലത്തെല്ലാം ചീത്തയായി പോയി, അതുകൊണ്ട് പഴയ കാലത്തേക്ക് തിരിച്ചു പോകണമെന്ന് കിണഞ്ഞ് പരിശ്രമിച്ച് പറയുന്നവരുണ്ട്. സ്ത്രീകളുടെ എല്ലാം മീറ്റിങ്ങൊക്കെ വിളിച്ചു ചേർത്ത് പണ്ടൊക്കെ എന്തോ ഒരു അല്ലേ എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ പഴയ കാലത്ത് ഫ്യൂഡൽ കാലഘട്ടത്തിൽ, രാജവാഴ്ചയുടെ ഘട്ടത്തിൽ എല്ലാം ഭദ്രമായിരുന്നു. ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ഭീതിയോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന കാലഘട്ടമാണത്. അപ്പം മുതലാളിത്തത്തിൻ്റെ പുതിയ ദൂഷ്യവശങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണ് ഈ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും കുട്ടികളെ മോട്ടിച്ചു കൊണ്ടുപോകലും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ചിലർ പറയുന്നത് ഇത് കലികാലമാണ്, കലികാലത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്, നേരത്തെ അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നാണ്. അത് വെറുതെ പറയുന്നതാണ്. ചരിത്രം പരിശോധിച്ചാൽ എന്തുമാത്രം രക്തച്ചൊരിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്. സ്ത്രീകളുടെയൊക്കെ അവസ്ഥ ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതെ തമ്പുരാക്കന്മാർ ജന്മിമാരൊക്കെ വന്നിട്ട് വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ഒന്നും മിണ്ടാതെ കൂടെ പോയി അവരുടെ ഇംഗിതം സാധിച്ചു കൊടുക്കേണ്ടുന്ന അവസ്ഥയായിരുന്നില്ലേ ഫ്യൂഡൽ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക്. എന്നിട്ട് പറയും നാട്ടിലേക്ക് വലിയോർ വന്നിട്ട് വിളിക്കുമ്പം എനിക്കെന്താ പറയാൻ പറ്റുമെന്ന് നിസ്സഹായതയോടെ സ്ത്രീകൾ പറയുന്ന അവസ്ഥയുണ്ടായിരുന്നു ഇവിടെ. പലരും മറന്നുപോയിരിക്കുകയാണത്. നമ്മളെല്ലാം അതിന് ശേഷം ജനിച്ചിട്ടുള്ളവരാണ്. ആ തലമുറ മിക്കവാറും അപ്രത്യക്ഷമായിരിക്കുന്നു. പക്ഷേ അവരനുഭവിച്ച സങ്കടങ്ങളുടെ കഥകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അന്ന് എല്ലാ മനുഷ്യരും അനുഭവിച്ചു, സ്ത്രീകൾ ആ കൂട്ടത്തിൽ വല്ലാതെ അനുഭവിച്ചു. ആ കാലഘട്ടം എങ്ങനെയാണ് മാറിയത്? തനിയെ മാറിയതല്ല, വലിയ സമരം നടത്തിയിട്ടാണ് അല്ലേ. നിൽക്കവിടെ, ഈ കയ്യിലെ അരിവാൾ നെല്ല് കൊയ്യുന്നതിന് മാത്രം കരുതിയതല്ല. എൻ്റെ മാനത്തിന് വില പറയാൻ വന്നാൽ നിൻ്റെ തല കൊയ്യും എന്ന് പറയാൻ ആ പാവപ്പെട്ട സ്ത്രീകൾക്ക് എങ്ങനെയാണ് നല്ല ആർജവമുണ്ടായത്? ഒരു സംശയവും വേണ്ട. ലോകത്താകെ വ്യാപിച്ചിട്ടുള്ള പുരോഗമനാശയങ്ങൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തുമെല്ലാം നമ്മുടെ അന്നത്തെ മലബാറിലുമെല്ലാം വ്യാപിക്കാൻ തുടങ്ങി. ഇടതുപക്ഷ ആശയഗതികളുടെ ബലത്തിലാണ് സ്ത്രീകൾ നിവർന്നു നിന്ന് തങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറയാൻ തുടങ്ങിയത്. അതിലെ ചില കവികളൊക്കെ കവിതയൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ. അത്തിക്കൊമ്പിൽ ചെങ്കൊടി കെട്ടി പാടത്ത് നാട്ടടി പെണ്ണെ, പേടിക്കണ്ട നമ്മുടെ നാട്ടിൽ സഖാവ് വന്നതറിഞ്ഞില്ലേ നീ. ആരാ സഖാവ്? പി കൃഷ്ണപിള്ള. സംഘടിക്കാൻ പറഞ്ഞാൽ പേടിയാ, യോഗം ചേരാൻ പറഞ്ഞാൽ പേടിയാ, ഉള്ള പണിയും പോവും. ജന്മിമാർ അവർ ദ്രോഹിച്ച് കൊല്ലും, കെട്ടിത്തൂക്കി കൊല്ലും. അതുകൊണ്ട് മിണ്ടാണ്ടങ്ങ് സഹിച്ചാൽ മതി എന്നാണ്. മിണ്ടാണ്ട് സഹിച്ചാൽ ജീവിക്കാം, അല്ലെങ്കിൽ കൊന്നുകളയും എന്നൊരവസ്ഥ ഉള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്ന നമുക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ? വളരെ ക്രൂരമായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഒന്നും പേടിക്കണ്ട, നമ്മയെല്ലാം സംഘടിപ്പിക്കാൻ ചുവന്ന കൊടിയുമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ വരുന്നുണ്ട് അല്ലേ. അത്തിക്കൊമ്പിൽ ചെങ്കൊടി കെട്ടി പാടത്ത് നാട്ടടി പെണ്ണെ, പാടത്ത് ചെങ്കൊടിയെല്ലാം കുത്തിയാൽ ചമ്പരാക്കന്മാർ വന്നിട്ട് കൊന്നുകളി അല്ലേ. അതൊരു പ്രതിഷേധ സൂചകമാണ്. എന്നിട്ടാണ് പറയുന്നത് ഒന്നും പേടിക്കണ്ട, നമ്മുടെ നാട്ടിൽ സഖാവ് വന്നതറിഞ്ഞില്ലേ നീ. കൃഷ്ണപിള്ളയുണ്ട് വന്നിട്ട്, അതുകൊണ്ട് പേടിക്കാനില്ല. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ ഈ സമൂഹത്തിൽ പടരാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ കീഴിൽ നല്ല ആർജവത്തോടു കൂടി സംഘടിച്ച് അടിമത്തത്തിനെതിരായിട്ട് ചെറുത്തു നിന്നാൽ നമുക്കൊരു ജീവിതമുണ്ട് എന്നാണ്. എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ? ഇപ്പോൾ പാർട്ടിയുടെ 24ാം പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ നമ്മൾ എന്താണ് ഈ സമൂഹത്തിലെ ജനങ്ങളോട് പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപം കൊണ്ടിട്ട് എപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടി രൂപം കൊണ്ടത്? 1964 അതിനു മുമ്പ് തന്നെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ടുണ്ട്. നേരത്തെ സുമതി പറഞ്ഞു 1920 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ വെച്ചല്ല, സോവിയറ്റ് നഗരമായിട്ടുള്ള താഷ്കണ്ടിൽ വെച്ചാണ് ഇന്ത്യക്ക് വേണ്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. ഈ രാജ്യത്തെ സ്ത്രീ പുരുഷന്മാർ വളരെ പ്രതീക്ഷയോടുകൂടി ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. എന്തിനാ സോവിയറ്റ് റഷ്യയിൽ പോയിട്ട് പാർട്ടി ഉണ്ടാക്കിയത്? ഇവിടെ ഒന്നും സ്ഥലം ഉണ്ടായിരുന്നില്ലേ? സോവിയറ്റ് റഷ്യയിൽ ഇടതുപക്ഷ ആശയഗതികളുടെ ബലത്തിൽ ഒരു വിപ്ലവം നടന്നു, ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവം. എന്താണ് വിപ്ലവം? നമുക്കെല്ലാം സമൂഹത്തിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ ഭരണാധികാരികളുടെ ജനവിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ ഇല്ലാതാക്കി പുരോഗമനപരമായിട്ടുള്ള സമത്വപൂർണമായിട്ടുള്ള ആശയത്തിനു വേണ്ടി
പുതിയ ഭരണ സമ്പ്രദായം കൊണ്ടുവരണം. അപ്പോൾ മാത്രമേ വിപ്ലവകരമായിട്ടുള്ള ആശയങ്ങൾ സമൂഹത്തിൽ വേരോടുകയുള്ളൂ. അതുകൊണ്ട് വളരെ പ്രതിലോമകരമായ പിന്തിരിപ്പനായ, നമ്മൾ പിന്തിരിപ്പൻ എന്ന് പറയുന്നത് എന്തിനാ? മനുഷ്യരെല്ലാം ഒന്നാണെന്ന് കാണാൻ കഴിയാത്ത ഒരു കൂട്ടം മനുഷ്യർ, മഹാഭൂരിപക്ഷം മനുഷ്യരെയും ചൂഷണം ചെയ്യുന്ന, പട്ടിണിക്കിടുന്ന ഭരണവ്യവസ്ഥ പിന്തിരിപ്പനാണ്. അതല്ല, നാടിൻ്റെ സമ്പത്ത് എല്ലാവർക്കും വേണ്ടി വിനിയോഗിക്കുകയും എല്ലാവർക്കും വിദ്യാഭ്യാസവും തൊഴിലും അന്തസ്സുറ്റ ജീവിതവും പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭരണവ്യവസ്ഥയുണ്ടെങ്കിൽ അവിടെ അടിമത്തത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. അവിടെ കടബാധ്യതയും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പട്ടിണിയും ഒന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെ ഒരു കാലം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു കാലത്തിൻ്റെ പേരാണ് സോഷ്യലിസ്റ്റ് ഭരണവ്യവസ്ഥ. അതിപ്പോൾ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് സോഷ്യലിസത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വിപ്ലവം നടന്ന ഇടങ്ങളിൽ ഇടതുപക്ഷ ആശയഗതി അനുസരിച്ചുള്ള ഭരണ സമ്പ്രദായം വന്നിരുന്നു. സോഷ്യലിസ്റ്റ് രീതിയിലുള്ള ഭരണ സംവിധാനം വന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വമ്പിച്ച നേട്ടമുണ്ടായി എന്നുള്ളതാണ്. എന്താ നമ്മളിപ്പം ഇടതുപക്ഷ ചിന്താഗതി എന്നൊക്കെ പറയുന്നത്? ഈ സമൂഹം പല രീതിയിലായിട്ടാണ് ഇന്നത്തെ നിലയിൽ എത്തിച്ചേർന്നത്. ഒരുപാട് തരത്തിലുള്ള സാമൂഹ്യ വ്യവസ്ഥിതികൾ ഉണ്ടായിരുന്നു. ഞാൻ അതെല്ലാം ഇവിടെ പറയുന്നില്ല, കാരണം നമുക്ക് ആനുകാലികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളും എല്ലാം പറയണമല്ലോ. പക്ഷേ നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാ സ്ത്രീകളും, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും, മനുഷ്യ സമൂഹത്തിൻ്റെ വികാസത്തെക്കുറിച്ചും സാമൂഹ്യ വ്യവസ്ഥിതികളെക്കുറിച്ചും നല്ല ധാരണയുള്ളവരായിരിക്കണം. ചരിത്രം പഠിച്ചുകൊണ്ട് മാത്രമേ വർത്തമാനകാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. ഭാവിയിലേക്ക് നേരാവണ്ണം പോകണമെങ്കിൽ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മാത്രമേ പോകാൻ പറ്റൂ. ചരിത്രത്തെ നിഷേധിക്കുന്നവർക്ക് ഭാവി കെട്ടിപ്പടുക്കാൻ സാധിക്കില്ല, വർത്തമാനകാലത്തിൽ പരാജയപ്പെട്ടു പോവുകയും ചെയ്യും. അതുകൊണ്ട് ചരിത്രത്തെക്കുറിച്ച് നല്ല അവധാനത ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യരുടെ ആവിർഭാവവും അവരെങ്ങനെ ഇങ്ങനെ ആധുനിക മനുഷ്യരായി മാറി എന്നുള്ളതുമെല്ലാം കൗതുകകരമായിട്ടുള്ള പഠന വിഷയങ്ങളാണ്. അത് നമ്മൾ പഠിക്കണം. ഏതായാലും ഗുഹാവാസികളായിട്ടുള്ള മനുഷ്യരുണ്ടായിരുന്നു, അടിമ ഉടമ സമ്പ്രദായം ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ ഫ്യൂഡൽ, ഭൂമി മുഴുവൻ ജന്മിമാരുടെ കയ്യിലാണ്. അവർ എന്തൊക്കെയോ എഴുതി വെച്ചു. സവർണരായിട്ടുള്ള ആളുകൾ, സവർണരുടെ കയ്യിലാണ് ഭൂമി വന്നത്. ആ ഭൂമിയുടെ ഉടമസ്ഥതയുള്ള ആളുകൾ വിദ്യയുടെ ഉടമകളായിട്ട് മാറി. വിദ്യ അഭ്യസിക്കാൻ സാധിച്ചിട്ടുള്ള ആളുകൾ പലതും എഴുതി വെച്ചു. ആ എഴുതിയതിലധികവും സാധാരണക്കാരെ എപ്പോഴും അടിമകളായി വെക്കാനുള്ള തന്ത്രങ്ങളായിരുന്നു. അവരുടെ പേരിൽ എഴുതിയാൽ അത് ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ ദൈവത്തിൻ്റെ പേര് പറഞ്ഞാൽ പിന്നെ എല്ലാവരും വിശ്വസിക്കുമല്ലോ. എല്ലാം ദൈവത്തിൻ്റെ തലയിൽ വെച്ചു എന്നുള്ളതാണ് വസ്തുത. ദൈവം പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും കുഴപ്പമില്ലല്ലോ. മനുഷ്യൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ എതിർക്കാൻ വരും. അതുകൊണ്ട് എല്ലാം ദൈവം പറഞ്ഞതാണ്. നിങ്ങൾക്ക് പട്ടിണി എന്തുകൊണ്ടാണ്? നിങ്ങൾ എന്തുകൊണ്ട് പട്ടിണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാഞ്ഞങ്ങാട് വെച്ച് പറയുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ആർക്കും അനുഭവിക്കാൻ സാധിക്കില്ല, അല്ലേ? വീട്ടിൽ ഒരു മണി അരിയില്ലാഞ്ഞിട്ട് ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന എത്ര കുടുംബങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ അതില്ല. ബാങ്ക് ലോണൊക്കെ ഉണ്ട്, അടക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ഇത്തിരി പ്രയാസമൊക്കെ ഉണ്ട്, ഇല്ലാണ്ടൊന്നുമില്ല. പക്ഷേ കൊടും പട്ടിണി കിടക്കുന്ന മനുഷ്യർ, സ്ത്രീകളാണെങ്കിൽ ഒന്നും ആഹാരം കഴിക്കാത്ത സ്ത്രീകൾ, എന്തെങ്കിലും കിട്ടിയാൽ തന്നെ അത് കലത്തിലിട്ട് പതപ്പിച്ച് അത് പണിക്ക് പോകുന്ന പുരുഷന്മാർക്ക്, അല്ലേ, ഓറല്ലേ കൈക്കോട്ടെല്ലാം എടുത്തിട്ട് കൊത്തുന്നു. അതുകൊണ്ട് ഉള്ള വറ്റെല്ലാം ഓർക്ക് കൊടുത്ത് പിള്ളേർക്കും കൊടുത്ത് അവസാനം പാവപ്പെട്ട സ്ത്രീ, അത്ര തന്നെ ജോലി സ്ത്രീയും ചെയ്യാറുണ്ട്. നല്ല എന്താ പറയുക, കാണാപ്പണിയുടെ തീക്കുണ്ടത്തിലായിരുന്നു. ഇപ്പോൾ നമ്മളെ കൊണ്ടല്ല പറയുന്നത്. നമുക്കിങ്ങനെ അമ്മീമിൽ നിന്ന് കിട്ടി അരക്കുകയും നെല്ല് കുത്തി അരിയാക്കിയിട്ട് ചോറ് വെക്കുക ഒന്നും ചെയ്യേണ്ട അവസ്ഥ ഇപ്പോഴില്ല, കുറേ മാറി സമൂഹം. എന്നാൽ പാടത്തും പറമ്പത്തും ഒക്കെ പണിയെടുത്ത് തളർന്ന്, അല്ലേ, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നാട്ടിക്കണ്ടത്തിലൊക്കെ പോകുന്ന സ്ത്രീകൾ ഓലച്ചൂട്ടും പിന്നിച്ചിട്ടാണ് വരിക കേട്ടോ. രാത്രി വരെ പണിയാണ്, സമയമായി 8 മണിക്കൂർ ജോലി, വിശ്രമം, വിനോദം, ഇതെല്ലാം ഇടതുപക്ഷ ആശയഗതികൾ പടർന്നതിന് ശേഷം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളാണ്. മുമ്പ് അതൊന്നും ഉണ്ട്. നേരം വെളുക്കുമ്പം പണിക്കിറങ്ങിയിട്ട് ഓലച്ചൂട്ടും പിന്നിച്ചിട്ട് എല്ലാ അമ്മമ്മമാരെയും നടു കാണേണ്ട കോലായിരുന്നു. ഈ വെയിൽ മുഴുവൻ കൊണ്ടിട്ട് അൾട്രാവയലറ്റ് രശ്മിയേറ്റ് പൊളിഞ്ഞ് കറുത്ത്, അല്ലേ? ആണുങ്ങളാണെങ്കിൽ പൊനം കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ പൊനത്ത് കരിഞ്ഞ് ഈന്തും കുറ്റി പോലെ മനുഷ്യനും ആവും. കാട് കരിയിച്ച്, അല്ലേ, കുറ്റി അതുപോലെ മനുഷ്യനും ആവും. അങ്ങനെ പാടുപെട്ട് പണിയെടുക്കുന്ന ആ മനുഷ്യരാണ് പട്ടിണി കിടക്കുന്നത്. അവസാനം ഒന്നും ഇല്ലാതെ, 1 മണി വറ്റില്ലാതെ കഞ്ഞിക്കലത്തിലെ വെള്ളത്തിൽ ഒരൽപ്പം കാന്താരി മുളകും ചാലിച്ച്
വലിച്ചു കുടിച്ച് കിടന്നുറങ്ങുന്ന അമ്മമാരെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല ഇപ്പം. പക്ഷെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, കൊടും പട്ടിണിയുടെ കാലമായിരുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള അടിമത്തം. ഫ്യൂഡൽ കാലഘട്ടത്തിൽ മഹാഭൂരിപക്ഷം മനുഷ്യരും അങ്ങനെയാണ്. എന്താണ് ഈ പട്ടിണിക്ക് കാരണം എന്ന് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടും. എന്താ കാരണം? ദൈവഹിതമാണ്, അല്ലേ? ഈ പട്ടിണി ദൈവം വിധിച്ചതാണ്. മുണ്ടുമുറുക്കി കൊടുത്തിട്ട് സഹിച്ചാൽ മതി. ദൈവമാണ് ഇങ്ങനെ വിധിച്ചത്. എന്നിട്ട് അതിനൊരു നല്ല കാരണവും പറയും. ആര്? ഈ സവർണരായിട്ടുള്ള ആളുകൾ. ഒന്നും പറയണ്ട ഈ ജന്മത്തിൽ പട്ടിണി കിടക്കുന്നതിന്. കഴിഞ്ഞ ജന്മത്തിൽ എന്തോ പാപം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ ഈ ദരിദ്ര ജീവിതം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നാണ്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എപ്പോഴും ഞാനിങ്ങനെ ഓർമ്മിക്കുമായിരുന്നു, കഴിഞ്ഞ ജന്മത്തിൽ ദൈവം ഉണ്ടായിരുന്നല്ലോ, അല്ലേ? ദൈവം എല്ലാം സർവ്വവ്യാപിയും സർവ്വകാല, അല്ലേ, കാലാതീതനാണ് ദൈവം എന്നാണ് ദൈവവിശ്വാസികൾ സങ്കല്പിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ജന്മത്തിൽ പാപം ചെയ്യാൻ പുറപ്പെടുമ്പം ദൈവത്തിന് പറയായിരുന്നു, എന്തേ ശൈലജേ, കുഴപ്പമില്ലാണ്ട് ജീവിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ജന്മം നീ കഷ്ടപ്പെടേണ്ടി വരും, നല്ലോണം ജീവിച്ചോ എന്ന് പറഞ്ഞാൽ കേൾക്കുമല്ലോ ഭക്തർ. അതെന്തേ പറയാഞ്ഞു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടോ, നിങ്ങൾക്കാർക്കും തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ദൈവം അല്ല കാരണം എന്ന് അതോടുകൂടി നമുക്കെല്ലാം ബോധ്യമായി, അല്ലേ? ദൈവം ഒരിക്കലും അങ്ങനെ പറയില്ല. കഷ്ടപ്പെട്ട് ജീവിക്കുക, ഇതൊരു മഹത്തായ സങ്കല്പ ദൈവവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. അതായത് എല്ലാവർക്കും നന്മ വരുത്തുന്ന ഒന്നാണ് ദൈവം എന്നാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നത്. അല്ല പാതിക്കൂട്ടർക്ക് മാത്രം, ബാക്കി പേരെ എല്ലാം ഇട്ട് ചവിട്ടി കൂട്ടുന്ന ആളാണ് ദൈവം എങ്കിൽ ആ ദൈവത്തിനോട് ആർക്കും അത്ര ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ദൈവമല്ല കാരണം. പക്ഷെ ദൈവമല്ല കാരണം നിങ്ങൾ വിശ്വസിക്കാനും പറ്റുന്നില്ല. പിന്നെ ആരാ കാരണം? അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരായിട്ടുള്ള കാൾ മാർക്സും എംഗൽസും എല്ലാം കാരണം എന്താണെന്ന് വളരെ വ്യക്തമാക്കി കൊടുത്തത്. അത് 19-ാം നൂറ്റാണ്ടിലാണ്, അതിൻ്റെ മധ്യഘട്ടത്തിൽ. ചെറുപ്പക്കാരായിട്ടുള്ള മാർക്സും എംഗൽസും അവർ നല്ല പൈസക്കാരായിരുന്നു കേട്ടോ. മാർക്സിൻ്റെ കുടുംബം നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ്. അച്ഛന് നല്ല വിദ്യാഭ്യാസമുണ്ട്, മാർക്സിനും നല്ല വിദ്യാഭ്യാസം കൊടുത്തു. അന്നത്തെ കാലത്തെ ഏറ്റവും ഉന്നതമായ ഏത് ജോലിയും അദ്ദേഹത്തിന് ലഭ്യമാകും. ആളുകൾ അങ്ങോട്ട് വിളിച്ചു തൊഴിലിന് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ധാരാളം വായിക്കുകയും ഒക്കെ ചെയ്തു. അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന മനുഷ്യസ്നേഹികളെ കുറിച്ചൊക്കെ അദ്ദേഹം പഠിച്ചു. യേശുക്രിസ്തു പറഞ്ഞതുപോലും മാർക്സ്, അല്ലേ, യേശുക്രിസ്തു പറഞ്ഞു, ഈ ആളുകൾ പട്ടിണി കിടക്കുമ്പം ഈ സീസർക്ക് കപ്പം കൊടുക്കേണ്ടി വരുന്നു, പട്ടിണിക്കാരായ ആളുകൾ കപ്പം കൊടുക്കേണ്ടതില്ല. മാത്രമല്ല വിശക്കുന്നവന് ആഹാരം ശേഖരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ഏറ്റവും വലിയ മാനവധർമ്മമെന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. മഗ്ദലേന മറിയം ഒരു ദിവസം ഓടി യേശുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നാഥ എന്നെ രക്ഷിക്കണം, എന്താ പറ്റിയ നിനക്ക്? എന്നെ കല്ലെറിഞ്ഞു കൊല്ലാൻ ആളുകളിങ്ങനെ വരുന്നു, നീ ചെയ്ത തെറ്റെന്താണ്? ഞാൻ ദുർനടപ്പുകാരിയാണെന്ന് പറയുന്നു. അപ്പോൾ യേശു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പുരുഷനും ഉണ്ടാവില്ലേ അതിൻ്റെ കൂടെ? എന്താ ശിക്ഷ? അയാൾക്ക് ശിക്ഷയൊന്നുമില്ല, കേട്ടില്ലേ? അവൻ നിൽക്ക്, ആരും കല്ലെറിയാൻ പോകുന്നില്ല, വരട്ടെ എന്ന് യേശു. ആളുകൾ ഓടി വന്നപ്പോൾ യേശു പറഞ്ഞു, കല്ലെറിഞ്ഞ് കൊല്ലാം, പക്ഷേ നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയണം. ഒരു കൈ ഉയർന്നില്ല. നമ്മളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 വട്ടം പറഞ്ഞാലും ആൾ കല്ലെറിയും. പക്ഷേ അവർ യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്. യേശുവിന് അറിയാം ഞാൻ പാപം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ കുഴപ്പമില്ല, അതുകൊണ്ട് ആരും കല്ലെറിഞ്ഞില്ല. യേശു എന്താ മറിയത്തോട് പറഞ്ഞത്? പൊയ്ക്കൊള്ളുക പെൺകുഞ്ഞെ, ദുഃഖം വെടിഞ്ഞ് നീ ഉൾക്കൊണ്ട വിശ്വാസം കാക്കുന്നില്ല. അത് വള്ളത്തോളിൻ്റെ വരികളാണ്. എന്നാൽ അങ്ങനെയാണ് പറഞ്ഞത്, നീ പോയി സമാധാനത്തോടെ നല്ല കുട്ടിയായി ജീവിച്ചോളൂ, ആരും നിന്നെ ഉപദ്രവിക്കാൻ വരില്ല. സ്ത്രീകളോട് ബഹുമാനം കാണിച്ചിരിക്കുന്നു. മുഹമ്മദ് നബി 6-ാം നൂറ്റാണ്ടിൽ പറഞ്ഞതെന്താ? ഇന്ന് പ്രചരിപ്പിക്കുന്ന ഒന്നുമല്ല. മതങ്ങൾക്കകത്തെല്ലാം ഒരുപാട് കാര്യങ്ങൾ പുതുതായി കടന്നു വന്ന് പഴയ നൂറ്റാണ്ടുകളിൽ മതാചാര്യന്മാർ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പോലും പലതിനകത്തും കൂട്ടിച്ചേർത്ത് സ്മൃതിയും കുസൃതിയും ഒക്കെ എഴുതി വെച്ച് അതൊക്കെ മനുഷ്യദ്രോഹമാക്കി മാറ്റി അതിൻ്റെ 60-70% അല്ല 90% സ്ത്രീ വിരുദ്ധമാക്കി തീർത്ത് അതാണ് മതം എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായത്. അത് ശരിയല്ല എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ വലിയ ഇരുട്ടിലായി പോകും എന്നുള്ളതാണ് വസ്തുത. 6-ാം നൂറ്റാണ്ടിൽ വളരെ അപരിഷ്കൃതമായിട്ടുള്ള അറേബ്യൻ സമൂഹത്തിൽ നരബലിയും മൃഗബലിയും ഒക്കെ നടക്കുന്ന ഒരു സമൂഹത്തിൽ നബി പറഞ്ഞത് ഈ സാധു മൃഗങ്ങളെയൊന്നും ഇങ്ങനെ ബലി കൊടുക്കാൻ പാടില്ല എന്നാണ്. മൃഗബലി ഉപേക്ഷിക്കണം എന്നാണ്. സ്ത്രീകളോട് ഏറ്റവും ബഹുമാനത്തോടു കൂടി യുദ്ധമുഖത്ത് പോലും സ്ത്രീകൾക്ക് പോകാം, അല്ലേ? യുദ്ധം ചെയ്യാൻ സ്ത്രീകൾക്ക് പോകാം. നബിയുടെ ഭാര്യ യുദ്ധം ചെയ്തിട്ടുണ്ട്. അതുപോലെ ധനികൻ്റെ സ്വത്തിൽ ദരിദ്രന് അവകാശമുണ്ടെന്ന് പറഞ്ഞു. അതെല്ലാം ആ രീതിയിൽ ആധുനിക കാലത്ത് എങ്ങനെയാണ് നടപ്പിലാക്കുക ഈ പറഞ്ഞ നല്ല ആശയങ്ങൾ?
യേശു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുന്നിലിരുന്ന ആളുകൾക്ക് വിശന്നു. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, പ്രഭു അങ്ങ് മനോഹരമായിട്ട് പ്രസംഗിക്കുന്നു. യേശുവിൻ്റെ പ്രഭാഷണം വളരെ പ്രസിദ്ധമാണ്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ദിവസങ്ങളോളമായി ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ യേശു പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു, ശരി, നിങ്ങൾ പോയിട്ട് ആഹാരം ശേഖരിച്ചു കൊണ്ടുവരിക. ആഹാരം ശേഖരിക്കാൻ പോയി. 5 അപ്പേ കിട്ടിയുള്ളൂ. മുന്നിൽ 5000-ഓളം ആളുകളുണ്ട്. യേശു ഈ അപ്പം വീതിച്ച് എല്ലാവർക്കും കൊടുത്തു. എന്നിട്ട് യേശുവിൻ്റെ പേരിൽ അങ്ങനെയാണ് 5 അപ്പം കൊണ്ട് 5000-ങ്ങളെ ഊട്ടിയ ദേവൻ. അതൊരു നല്ല ആശയമാണ്. പക്ഷേ അത് അപ്പടി ഈ പുതിയ സമൂഹത്തിൽ ആ വരികൾ വിടാതെ പകർത്തുകയല്ല, അതിൻ്റെ ആശയമാണ് പകർത്തേണ്ടത്. ഇന്ന് 5 അപ്പം കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീതിച്ച് തന്നാൽ വിശപ്പടങ്ങുമോ? നമുക്കെല്ലാവർക്കും തന്നാൽ അത് പ്രായോഗികമല്ലല്ലോ. പക്ഷേ അതിനെ തള്ളിക്കളയുകയല്ല വേണ്ടത്. എന്താ അതിൻ്റെ സാരാംശം? വിശക്കുന്നവന് വേണ്ടി ആഹാരം ശേഖരിക്കണം, ആഹാരം ഇല്ലെങ്കിൽ ഉണ്ടാക്കണം, എന്നിട്ട് അത് വിതരണം ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. അതാണ് ഇടതുപക്ഷം എടുത്തിരിക്കുന്നത്. വിശക്കുന്നവർക്ക് ആഹാരം ഉണ്ടാക്കി വിതരണം ചെയ്യുക. അത് യേശുക്രിസ്തുവിൻ്റെ ആശയമാണ്. അത് കാൾ മാർക്സ് സ്വീകരിച്ചിട്ടുണ്ട്. ശ്രീബുദ്ധൻ്റെ ആശയമുണ്ട്. കൊട്ടാരത്തിലെ സുഖലോലുപത ഉപേക്ഷിച്ചുകൊണ്ട് ബുദ്ധൻ നാട്ടിലേക്ക് ഇറങ്ങി വന്നു, സിദ്ധാർത്ഥൻ. എന്നിട്ട് ഈ കഷ്ടപ്പെടുന്ന ആളുകളെ കണ്ടിട്ട് പരിതപിച്ചു. അവരോടെല്ലാം ഒരുമിച്ച് ചേരാൻ പറഞ്ഞു. ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി. എങ്ങനെയാ ധർമ്മം ഉണ്ടാവുക? എല്ലാ മനുഷ്യരുടെയും വിശപ്പടങ്ങുമ്പോൾ, എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന ഒരു സമൂഹം ഉണ്ടാകുമ്പോൾ മാത്രമേ സമൂഹത്തിൽ ധർമ്മം പുലരുകയുള്ളൂ. അതുണ്ടാകാൻ മനുഷ്യരെ ഒരുമിച്ച് ചേരുക എന്ന് തന്നെയാണ് ആശയത്തിൻ്റെ പ്രസക്തി. യേശുക്രിസ്തുവിൻ കാൾ മാർക്സിന് മുമ്പും സമൂഹത്തിൽ സമത്വത്തിൻ്റെ സിദ്ധാന്തം വന്നിട്ടുണ്ട്. അമേരിക്കൻ വിപ്ലവത്തിൻ്റെ 1600-കളിൽ എല്ലാവരും ഒരുപോലെയാണ്. ഇക്വാലിറ്റിയുടെ ആശയം. അമേരിക്കയിലെ അടിമകൾ ഉടമകൾക്കെതിരായിട്ട് ആരും പ്രത്യേകിച്ച് അങ്ങനെ സംഘടിതരായി പോരാട്ടം നടത്താൻ കെൽപ്പുള്ളവരൊന്നും ആയിരുന്നില്ല. പക്ഷേ അനുഭവിച്ച വല്ലാത്ത ദുരവസ്ഥക്കെതിരെ ആ പാവപ്പെട്ട മനുഷ്യജീവികൾ പോരാട്ടം നടത്തി, കിട്ടിയ ആയുധമൊക്കെ എടുത്തിട്ട്. അവിടെയാണ് സമത്വത്തിൻ്റെ, സമഭാവനയുടെ ആശയം വന്നത്. അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ നാളുകളിൽ 1787 ആ സമയത്തും സ്വാതന്ത്ര്യ, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ആശയം ലോകം മുഴുവൻ പ്രചരിച്ചു. അതായത് ജാതി മത ഭേദമില്ലാതെ മനുഷ്യർ സ്വതന്ത്രരാകണം, സമന്മാരാകണം, നല്ല ഫ്രറ്റേണിറ്റി ഉണ്ടാകണം, സമത്വം ഉണ്ടാകണം, സാഹോദര്യം ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടി ചേർന്ന് 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുമ്പോൾ മാർക്സും എംഗൽസും ഈ ആശയം അതിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്നിവിടെ വന്നിരിക്കുന്ന സ്ത്രീകളായിട്ടുള്ള നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾക്ക് ഈ ആശയങ്ങളോടെല്ലാം കടപ്പെട്ടവരാണ്. തനിയെ ഉണ്ടായതൊന്നുമല്ല ഈ ആശയം. തെറ്റ് പ്രചരിപ്പിച്ചവർക്കെതിരായിട്ട് ദൈവമല്ല ഈ വിധി ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് സമൂഹത്തിലെ മനുഷ്യരിൽ വലിയ വിഭാഗം ദുരിതങ്ങൾ അനുഭവിക്കുന്നത്, അതിൻ്റെ കാരണമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൽ കാൾ മാർക്സും എംഗൽസും പറഞ്ഞത്. അത് മറ്റൊന്നുമല്ല, ഈ ഭൂമിയിലെ മനുഷ്യർ 2 വർഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെയാ 2 വർഗങ്ങൾ? ഏതൊക്കെയാ 2 വർഗങ്ങളായി വിഭജിക്കപ്പെട്ടത്? കുറച്ചാളുകൾ, എണ്ണത്തിൽ കുറവാണ്, അവർ മറ്റു മനുഷ്യർ കൂടി അനുഭവിക്കേണ്ടുന്ന സമ്പത്തെല്ലാം ഊറ്റിയെടുത്ത് തടിച്ചു കൊഴുത്ത് വലിയ മുതലാളിമാരായി മാറി വലിയ മൂലധനത്തിൻ്റെ വക്താക്കളായിട്ട് മാറുന്നു. മഹാഭൂരിപക്ഷം മനുഷ്യർ, അത് ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഉള്ളവർ, അവർ നല്ല ദരിദ്രരായിട്ട്, പട്ടിണിക്കാരായിട്ട് മാറുന്നു, ചൂഷണം അനുഭവിക്കുന്നു. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ മനുഷ്യരെ ചൂഷണം ചെയ്യുന്നു, ഒരു കൂട്ടം ആളുകൾ മനുഷ്യർ ചൂഷിതരായിട്ട്, ഒന്നുമില്ലാത്തവരായിട്ട്, ഭൂമിയില്ല, വിദ്യയില്ല, ജോലിയില്ല, കൂലിയില്ല, ഭക്ഷണമില്ല, അങ്ങനെ മാറുന്നു. അതുകൊണ്ട് വർഗവിഭജിതമാണ് സമൂഹം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം അതാണ്. ഈ സമൂഹം വർഗവിഭജിതമാണ്. ഭൂമിയിലെ മനുഷ്യർ, ഈ ചൂഷണത്തിന് വിധേയരാകുന്നവർ ഒരുമിച്ച് ചേരുക, എന്നിട്ട് ചൂഷണം ചെയ്യുന്നവർക്കെതിരായി ശക്തമായ സമരം ചെയ്യുക, ചൂഷണം അവസാനിപ്പിച്ച് ഈ ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളും എല്ലാ മനുഷ്യർക്കും തുല്യതയുണ്ടാക്കുന്ന ഭരണ സംവിധാനത്തിലേക്ക് കടക്കുക. അതാണ് ഈ ഭരണകൂടത്തെ, ചൂഷിതരായിട്ടുള്ള വർഗത്തിൻ്റെ ഭരണകൂടത്തെ തകർത്തുകൊണ്ട് ചൂഷണമില്ലാത്ത ഭരണം സ്ഥാപിച്ചെടുക്കുന്ന പ്രക്രിയയാണ് വിപ്ലവം.
എന്നിട്ട് ആ മാനിഫെസ്റ്റോവിൻ്റെ അവസാനത്തെ പേജിൽ എല്ലാവരും വായിക്കണം, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. അല്ലെങ്കിൽ ജർമ്മനിയിലെങ്ങാറ്റും ജനിച്ച ഒരു തത്വചിന്തകൻ എഴുതിയ പുസ്തകമല്ലേ, നമ്മളെന്തിനു ജർമ്മനിയിൽ നിന്നൊന്നുമില്ല. ഇന്ത്യയിൽ നല്ല കാര്യം പറഞ്ഞാൽ ലോകം മുഴുവൻ എത്തിക്കാം. ജർമ്മനിയിൽ നിന്നാരെങ്കിലും നല്ല കാര്യം പറഞ്ഞാൽ ലോകം മുഴുവൻ, ലോകത്തെ മുഴുവൻ ആളുകൾക്കും അപ്ലിക്കബിൾ ആണോ, അവർക്ക് പ്രായോഗികമാക്കാൻ കഴിയുന്നതാണോ, അങ്ങനെ ചിന്തിച്ചാൽ മതി. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ജനങ്ങൾ, മാർക്സും എംഗൽസുമല്ല, ഇവർ രണ്ടുപേരും മാത്രമൊന്നുമല്ല കേട്ടോ, നൂറുകണക്കിന് തത്വചിന്തകർ ഇതിനെ പരിപോഷിപ്പിച്ച് യഥാർത്ഥ കാരണം ചൂഷണത്തിൻ്റെത് കണ്ടെത്തി ദൈവത്തെ എല്ലാം വെറുതെ വിട്ടു, ദൈവത്തിൻ്റെ പേരിൽ ഒരു കുറ്റാരോപണവും നടത്താതെ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന മനുഷ്യരുടെ തെറ്റായ വ്യവസ്ഥിതിക്കെതിരെ സമരവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളായിരുന്നു സോവിയറ്റ് റഷ്യ. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഇത്തരം സമരങ്ങൾ വിജയിക്കുമോ? ഈ പറയുന്ന സോഷ്യലിസം, എന്താ സോഷ്യലിസം? ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞ വിഷമമുണ്ട്, എന്നാലും എളുപ്പം മനസ്സിലാവാൻ വേണ്ടി പറയാം. പ്രായപൂർത്തിയായ എല്ലാ മനുഷ്യന്മാർക്കും ചെയ്യാൻ അന്തസ്സുറ്റ ജോലിയും എന്തോ ആവട്ടെ, കൃഷിയോ വ്യവസായമോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അധ്യാപകരായിട്ടോ ഏതെങ്കിലും തരത്തിൽ ഈ സമൂഹത്തെ കൂടുതൽ പുഷ്ടിപ്പെടുത്താൻ ഉതകുന്ന മാന്യമായിട്ടുള്ള ജോലികൾ, ആ ജോലി ലഭ്യമാവുക, അതിന് ജോലിക്കനുസരിച്ച് കൂലി ലഭിക്കുക എന്ന് വെച്ചാൽ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ശാപം ഇല്ലാതിരിക്കുക. എല്ലാവർക്കും അധ്വാനിക്കാനും സമ്പാദിക്കാനും ജീവിക്കാനും കഴിയുന്ന ഒരവസ്ഥ ഒരു സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മളതിനെ സോഷ്യലിസം എന്ന് വിളിക്കും. ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒരവസ്ഥയും നാം വിഭാവനം ചെയ്യുന്നുണ്ട്. അതെന്താ? കമ്മ്യൂണിസം അല്ലേ? കമ്മ്യൂണിസം എന്ന് പറയുന്നത് എല്ലാവർക്കും ജോലി ചെയ്യാൻ അവസരം ഉണ്ടാകും, ആവശ്യത്തിനനുസരിച്ച് സമൂഹത്തിൽ നിന്ന്, ജോലിക്കനുസരിച്ച് മാത്രമല്ല, ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ സമത്വപൂർണമായിട്ടുള്ള മനുഷ്യരെല്ലാം ഒരു കമ്മ്യൂണായി, കൂട്ടായി, പരസ്പരം സഹായിച്ചും ആശ്വസിച്ചും വിശ്വസിച്ചും ഷെയർ ചെയ്തൊക്കെ ജീവിക്കുന്ന ഒരു നല്ല അവസ്ഥയുണ്ടാകും. ആ അവസ്ഥ ഇപ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത് ഫ്യൂഡലിസത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും അടിമത്തം നിലനിൽക്കുന്ന സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരായതുകൊണ്ടാണ്. നമുക്ക് സങ്കല്പിക്കാനേ കഴിയുന്നില്ല, അയ്യോ അങ്ങനെ ഉണ്ടാവുമോ എപ്പോഴെങ്കിലും എന്നുള്ളതാണ്. എന്നാൽ സോഷ്യലിസ്റ്റ് ആശയം പ്രാവർത്തികമാണോ എന്നുള്ള കാര്യത്തിന് നമുക്കൊരു തെളിവ് കിട്ടിയിട്ടുണ്ട്. ഒന്നല്ല, ഒരുപാട് തെളിവുകളുണ്ട്. പൂർണ്ണമായും സോഷ്യലിസത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറയാൻ കഴിയില്ലെങ്കിലും വിപ്ലവത്തിന് ശേഷം സോവിയറ്റ് റഷ്യ മാനുഷികമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നേടിയെടുത്തത്. അതിനെ തകർത്ത് കളഞ്ഞു. അതിപ്പോൾ തകർന്നുപോയി. പ്രതിവിപ്ലവം നടന്നു, സോവിയറ്റ് റഷ്യ തകർന്നു. അപ്പോൾ ചിലർ പറയുന്നത് കണ്ടോ സോഷ്യലിസം ഒരിക്കലും നിലനിൽക്കില്ല, തകർന്നു പോയില്ലേ. ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച എൻ്റെ ഒരു കൂട്ടുകാരൻ ശശി കോൺഗ്രസ്, KSU, ഞാൻ SFI. അവൻ എൻ്റെ ഓട്ടോഗ്രാഫ് വാങ്ങിയിട്ട് അതിൻ്റെ അകത്ത് എഴുതി വെച്ചു, ശൈലജ വിപ്ലവം ഒരിക്കലും നടക്കില്ല, അതുകൊണ്ട് നീ ഇത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഞാൻ ശശിയുടെ ഓട്ടോഗ്രാഫ് വാങ്ങിയിട്ട് എഴുതി, ശശി വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്, കുറേ വിപ്ലവങ്ങൾ നടന്നു, ഇനിയും നടന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. ശശിനെ വിളിച്ചിരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, ശശി 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു, അതൊരു വിപ്ലവമായിരുന്നു കേട്ടോ. ബ്രിട്ടൻ ഇന്ത്യ വിട്ടു, നമ്മളെല്ലാം സ്വതന്ത്രരായി. 1957 ഫ്യൂഡലിസത്തിൻ്റെ ഏറ്റവും വൃത്തികെട്ടിട്ടുള്ള ഭൂവുടമാവകാശം അല്ലേ, പാവപ്പെട്ടവനെ ഭൂമിയുടെ അവകാശം നിഷേധിക്കുന്ന അവസ്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ഇല്ലാതാക്കി. അതൊരു വിപ്ലവമായിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭാവനം ചെയ്യുന്ന വിപ്ലവം സോഷ്യലിസ്റ്റ് വിപ്ലവമാണ് ഇന്ത്യയിൽ അല്ലേ. അതിനു മുമ്പ് ഇവിടെ ജനാധിപത്യപരമായിട്ടുള്ള മാറ്റം നടക്കേണ്ടതായിട്ടുണ്ട്, ജനാധിപത്യ വിപ്ലവം നടക്കേണ്ടതായിട്ടുണ്ട്, ഭൂമിയുടെ മേലുള്ള ഭൂസ്വാമിമാരുടെ അധികാരാവകാശങ്ങൾ ഇല്ലാതാക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ 57 പ്രകടമായിട്ടുള്ള ജന്മിത്വം അവസാനിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ആ ജന്മിത്വം നിലനിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യ വിപ്ലവം പൂർത്തിയായിട്ടില്ല. ആ ജനാധിപത്യ വിപ്ലവം കൂടി പൂർത്തിയാക്കാനുള്ള ഉത്തരവാദിത്വം തൊഴിലാളി വർഗത്തിൻ്റെ കയ്യിലാണ് എന്ന് നമ്മൾ കരുതുന്നു. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മുദ്രാവാക്യം വിളിക്കുന്നത്. ഇപ്പോൾ എന്ത് മുദ്രാവാക്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിളിക്കുന്നത്? ജനകീയ ജനാധിപത്യ വിപ്ലവം വിജയിക്കട്ടെ എന്നാണ്. കൃഷിക്കാരും തൊഴിലാളികളും എല്ലാം ചേർന്ന് നമ്മുടെ രാജ്യം സ്വതന്ത്രമായിട്ട് നമുക്ക് കിട്ടാത്ത അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള വലിയ വിപ്ലവം ഇന്ത്യൻ ഭരണാധികാരി വർഗത്തിനെതിരായിട്ട് നടത്തണമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് 1917 സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ കഥ പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് എന്താ ഗുണമുണ്ടായത്? എന്തൊരു മാറ്റം ഉണ്ടായെന്നറിയോ? അവിടെ സാർ ചക്രവർത്തിമാരുടെ ഭരണമായിരുന്നു. സ്ത്രീകളൊക്കെ ഇവിടുത്തെ മലബാറിൽ നമ്മളന്ന് പട്ടിണി കിടന്നതുപോലെ കൊടും പട്ടിണിയിലായിരുന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല.
അവർക്ക് പൊതുവേദിയിൽ വരാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ചക്രവർത്തിമാരുടെ പിടിയാളുകൾ എന്ത് ദ്രോഹം ചെയ്താലും അതെല്ലാം കണ്ണും പൂട്ടി സഹിച്ച് വീണൊടുങ്ങുന്ന നരകജന്മങ്ങളായിരുന്നു അവിടുത്തെ സ്ത്രീകൾ. പുരുഷന്മാരും എല്ലാം അങ്ങനെയാണ്. ആ പട്ടിണി കിടക്കുന്ന മനുഷ്യർ സംഘടിച്ചു, മാനിഫെസ്റ്റോ ഒക്കെ വായിച്ചു. അപ്പോൾ ഒരുമിച്ച് ചേർന്ന് ഈ സാർ ചക്രവർത്തിമാരുടെ ഭരണം അവസാനിപ്പിച്ചാൽ നമുക്ക് ഗുണമുണ്ടാവും എന്ന് കരുതിയിട്ടാണ്. പട്ടിണി 14 കിടക്കുമ്പോൾ തനിയെ കൊടിയെടുത്ത് ഇറങ്ങും നമ്മൾ, അല്ലേ? കേരളത്തിലിപ്പം പട്ടിണിയൊന്നും കിടക്കണ്ട. ഒരു ദിവസം റേഷൻ പീടികയിൽ അരിയില്ലെങ്കിൽ നമ്മളെന്തുമാത്രം സമരം ചെയ്യുകയാണ്. ഇന്ന് അരി വാങ്ങാൻ പോയി കിട്ടിയില്ല, നാളെ വരും എന്ന് പറഞ്ഞാലും ദേഷ്യം തീരില്ല. എന്ന് പറഞ്ഞാൽ ഇന്ന് അരി വേണം എന്ന് നമ്മൾ പറയാൻ പഠിച്ചിരിക്കുകയാണ്. എന്നാൽ ദിവസങ്ങളോളം ആഹാരമില്ലാത്ത മനുഷ്യർ, അവർക്ക് ആഹാരം കിട്ടുന്നു വന്നപ്പോൾ അവർ സമരം ചെയ്യാൻ ഒരുങ്ങി. ഇടതുപക്ഷ ആശയഗതി അനുസരിച്ചാണ് ചെങ്കൊടി എടുത്തിട്ട് അവർ സമരം ചെയ്തു. ആ സമരം വിജയിച്ചു. നമ്മൾ പറയുമ്പം പറയും ക്രെംലിൻ കൊട്ടാരത്തിലേക്ക് ചമ്പട മാർച്ച് ചെയ്ത് സാർ ചക്രവർത്തിമാരുടെ പതാക വലിച്ചു താഴ്ത്തി അവിടെ ചുവന്ന കൊടി ഉയർത്തി എന്നൊക്കെ ഒരു ദിവസം രാവിലെ തോന്നിയിട്ടെണീറ്റ് പോയൊന്നുമല്ല കേട്ടോ. എത്രയോ ദിവസം സമരങ്ങളും പിക്കറ്റിങ്ങുകളും അടിയും പിടിയും ഇല്ലേ, വെടിവെപ്പും മരണവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വിട്ടുകൊടുത്തില്ല. ഞങ്ങൾക്ക് ആടുമാടുകളെ പോലെ ജീവിക്കാൻ വയ്യ, ഞങ്ങൾക്ക് മനുഷ്യരായിട്ട് ജീവിക്കണം എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ആ മനുഷ്യർ പോരാട്ടം നടത്തിയിട്ടാണ് 1917 റഷ്യൻ വിപ്ലവം നടന്നത്. ജവഹർലാൽ നെഹ്റു അതിനെ അംഗീകരിച്ചിരുന്നു, ആ വിപ്ലവത്തെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓർമ്മിപ്പിക്കാറുണ്ട്, നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്. ഇന്ദിരാഗാന്ധിക്ക് ജയിലിൽ നിന്ന് അയച്ച കത്തുകളിൽ ഒന്നിൽ നെഹ്റു എഴുതി, മകളെ ഇന്ദു, നീ ഭാഗ്യവതിയാണ്. എന്തുകൊണ്ടെന്നാൽ നീ ജനിക്കുന്നത് 1917. ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാരെല്ലാം നെഹ്റുവിൻ്റെ പുസ്തകം വായിക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലേ? വായിച്ചാൽ നന്നായിരുന്നു. നീ ഭാഗ്യവതിയാണ്. കാരണം ജവഹർലാൽ നെഹ്റു മാർക്സിസ്റ്റ് ഒന്നുമല്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. എന്നാൽ സോഷ്യലിസ്റ്റ് ആശയഗതികൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അദ്ദേഹം പറഞ്ഞു, ആ വർഷത്തിലാണ് ഈ ലോകത്തിലെ മഹാനായ ഒരു മനുഷ്യസ്നേഹിയുടെ നേതൃത്വത്തിൽ ലോക ജനതയുടെ വലിയൊരു ഭാഗം അടിമനുഖം വലിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു കയറിയത്. ആ സംഭവം മറ്റൊന്നുമല്ല, ആ മഹാനായ മനുഷ്യസ്നേഹി വ്ളാഡിമിർ ഇല്യാനോവിച്ച് ലെനിൻ എന്ന് പറയുന്ന റഷ്യൻ സമരനായകനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു കേട്ടോ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് വിപ്ലവം നടന്നത്. വിപ്ലവം നടന്ന് ചക്രവർത്തിമാരുടെ ഭരണം അവസാനിപ്പിച്ച ഉടനെ സോഷ്യലിസ്റ്റ് ആശയഗതി ആദ്യം ചെയ്തതെന്താ? ലെനിൻ പറഞ്ഞു, ആദ്യം ചെയ്യേണ്ടത് യേശുക്രിസ്തു പറഞ്ഞതുപോലെ മനുഷ്യർക്ക് ഭക്ഷണം എത്തിക്കുകയാണ്. പട്ടിണി കിടന്ന് മരിച്ചിട്ട് പിന്നെ വേറെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എന്താ വേണ്ടല്ലേ? പട്ടിണി കിടന്ന് മരിച്ചാൽ നല്ല റോഡും വേണ്ട, നല്ല സ്കൂളും വേണ്ട, നല്ല ആശുപത്രിയും വേണ്ട, മരിച്ചുപോയില്ലേ? എന്നാൽ അതിനു മുമ്പേ ആഹാരം എത്തിക്കണം. അപ്പോൾ ലെനിൻ പറഞ്ഞു, സോവിയറ്റ് റഷ്യയിലെ പ്രവിശ്യകളെല്ലാം കൂട്ടിച്ചേർത്ത് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് USSR രൂപീകരിച്ചു. വളരെ സമാധാനപൂർണമായിട്ടുള്ള അന്തരീക്ഷമുണ്ടായി. അവിടെ കൃഷി ചെയ്തു. അന്നത്തെ റഷ്യൻ സാഹിത്യകാരന്മാർ ചിലർ എഴുതിയിട്ടുണ്ട്. മിഖായൽ ഷോളോഖ്, ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, എൻ്റെ മനസ്സിനെ ഒരു ബാധിച്ചിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഉഴുതുമറിച്ച കന്നിമണ്ണെന്ന് പറയുന്നൊരു നോവലുണ്ട്, ദ വെർജിൻ സോയിൽ അപ്റ്റേൺഡ്. അതിനകത്ത് ഷോളോക്കോ പറഞ്ഞ് വിപ്ലവം നടന്നിട്ട് പിന്നെ അടുത്ത് വരുന്ന ആഴ്ചകളിൽ കണ്ടതെന്താ? പാർട്ടിയുടെ നേതൃത്വത്തിൽ എല്ലാ പ്രദേശത്തും കൂട്ടുകൃഷി കളങ്ങൾ ഉണ്ടാക്കുന്നു, കൃഷിക്കാരെ സംഘടിപ്പിക്കുന്നു, വിത്തും വളമൊക്കെ കൊടുക്കുന്നു, ശേഖരിക്കുന്നു. എന്നിട്ട് ഈ കന്നിമണ്ണ് ഉഴുതുമറിച്ച്, അതുവരെ കന്നിമണ്ണ് ഉഴുതുമറിക്കാനൊന്നും ഇക്കൂട്ടർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. കാരണം അതെല്ലാം ചക്രവർത്തി തിരുമനസ്സുമാരുടെ പിണിയാളുകളുടെ കയ്യിലാണ്, കൃഷിക്കാരുടെ സ്വന്തമല്ല. ചക്രവർത്തി ഇവിടെ കൃഷി ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ കൃഷി ചെയ്യാം, ഇവിടെ ഇപ്പോൾ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതങ്ങനല്ല. റഷ്യയിലെ മണ്ണ് ഉഴുതുമറിച്ച് കൃഷി ചെയ്തപ്പോൾ ധാരാളം ധാന്യം വിളഞ്ഞു. ധാന്യം വിളഞ്ഞപ്പോൾ അത് കൊയ്ത് കൊണ്ടുവന്ന് ഈ കൂട്ടുകൃഷി കളത്തിൽ കൂട്ടിയപ്പോൾ പ്രതീക്ഷയോടുകൂടി കൃഷിക്കാരത് നോക്കി നിൽക്കുന്നു. സാധാരണ അളക്കുമ്പോൾ ഒരു ചെറിയ പങ്ക് ആ കൃഷിക്കാരന് കൊടുക്കുക, ബാക്കിയെല്ലാം ചക്രവർത്തിമാരുടെ പത്തായത്തിലേക്ക് പോവുകയാണ്, ജന്മിമാരുടെ. എന്നാൽ ഇവിടെ അതല്ല സംഭവിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ വിളഞ്ഞ ധാന്യങ്ങൾ കൃഷിക്കാർക്ക് മൃഷ്ടാന്നം ആഹാരം കഴിക്കാനുള്ളത് മുഴുവൻ അളന്നു കൊടുത്ത് തലപ്പേറെ അതെല്ലാം ശേഖരിച്ച് കൊണ്ടുപോകുമ്പോൾ ആ കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രു ഒഴുകുകയായിരുന്നു എന്നാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് തങ്ങൾ അധ്വാനിച്ച വിഹിതം തങ്ങൾക്ക് ലഭ്യമാകുന്നു ഭക്ഷണം കഴിക്കാൻ. അതിൽ പരം ഒരു സന്തോഷം മനുഷ്യർക്ക് എന്താ ഉണ്ടാവുക? അവരത് കൊണ്ടുപോയി ഇഷ്ടം പോലെ ആഹാരം കഴിച്ചു. ചൈനീസ് വിപ്ലവം നടന്നപ്പോഴും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. 49-ലാണ് ചൈനയിൽ വിപ്ലവം. ലോകത്തിലെ ഏറ്റവും വലിയ പട്ടിണി രാജ്യമായിരുന്നു ചൈന. ചൈനയിലെ പട്ടിണി എന്ന് പറഞ്ഞാൽ
ലോകത്തിൻ്റെ ഒരു താരതമ്യമില്ലാത്ത പട്ടിണിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അവിടെ വിപ്ലവം നടന്നപ്പോൾ ചൈനീസ് വിപ്ലവ നായകൻ മാവോ സേതുങ് അദ്ദേഹം പറഞ്ഞു, ഇനി നമ്മൾ കൃഷിയെല്ലാം ചെയ്ത് ആഹാരമെല്ലാം ഉണ്ടാക്കുമ്പോൾ സമയം പിടിക്കും, എവിടെ നിന്നെങ്കിലും ഈ പൂഴ്ത്തി വെച്ച ധാന്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ, പൊടികളൊക്കെ ഉണ്ട്, ധാന്യപ്പൊടികളൊക്കെ ഉണ്ട്, അതൊക്കെ ശേഖരിച്ചിട്ട് നിങ്ങൾ അടിയന്തരമായി ഓരോ ഗ്രാമത്തിലും ആഹാരം പാകം ചെയ്തിട്ട് ആളുകൾക്ക് കൊടുക്കുക കേട്ടോ. അവർക്ക് മര്യാദക്ക് പാകം ചെയ്യാനുള്ള സൗകര്യം പോലും ഇല്ലാത്ത അടിമതുല്യരായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് കമ്മിറ്റി ഉണ്ടാക്കി അവർക്കെല്ലാം ആഹാരം കൊടുക്കാൻ പറഞ്ഞു. അത്തരത്തിലുള്ള ഒരു ക്യാമ്പിൽ മാവോ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ആഹാരം കൊടുത്തു, റൊട്ടി, ഇവിടെ റൊട്ടിയാ, ചോറൊന്നുമല്ല, റൊട്ടി കൊടുത്തു. അപ്പോൾ എന്നാൽ ആ റൊട്ടി ഒരെണ്ണം എനിക്കും താന്ന് പറഞ്ഞു. അപ്പോൾ മാവോയിന് കൊടുത്തു. മാവോ അത് കടിച്ചിട്ട് നോക്കുമ്പോൾ പല്ലിന് പറ്റുന്നില്ല. അപ്പോൾ മാവോ ചോദിച്ചു, ഇതാണോ എല്ലാവർക്കും കൊടുത്തത്? അത് ആ പൊടി അത്ര നന്നായിരുന്നില്ല, അതുകൊണ്ടാണ്. കേട്ടില്ലേ, മാവോൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം അടർന്ന് വീണു എന്ന് പറഞ്ഞു. ഇത്രയും സാഹസം ചെയ്ത് വിപ്ലവം നടത്തിയത് ഈ കടിച്ചാപ്പട്ടാത്ത റൊട്ടി തീറ്റാണല്ല. അതുകൊണ്ട് എവിടെയാണ് നല്ല പൊടി കിട്ടുക, ധാന്യപ്പൊടി ശേഖരിച്ചു കൊണ്ടുവന്ന് ഇവർക്ക് തിന്നാൻ പറ്റുന്ന ആഹാരം കൊടുക്കണം എന്ന് പറഞ്ഞു. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാർ, ഇതാണ് കമ്മ്യൂണിസത്തിൻ്റെ സത്ത. കേട്ടില്ലേ, സോവിയറ്റ് റഷ്യ ഒരു 5-10 വർഷം കൊണ്ട് എല്ലാവരും ആഹാരം കഴിക്കാൻ കഴിയുന്നവരായിട്ട് മാറി. പിന്നീടുള്ള മാറ്റം ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ലോകത്തിലെ വലിയ ശക്തിയായി ബഹിരാകാശത്തേക്ക് ആളുകളെ അയക്കുന്നതിനടക്കം സാധിച്ചു. നമ്മുടെ രാജ്യത്തെയും സഹായിച്ചു. ബംഗ്ലാദേശ് യുദ്ധകാലത്ത് അമേരിക്കയുടെ കപ്പൽപ്പട നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ റഷ്യ സമാധാനിപ്പിച്ചു. എല്ലാവരുടെയും നോക്കി ഇന്ത്യൻ ഭരണാധികാരികൾ ആരാ സഹായിക്കുക, നമ്മുടെ അടുത്താണെങ്കിൽ ആയുധമൊന്നും ഇല്ല വേണ്ടത്ര. അപ്പോൾ റഷ്യൻ ഭരണാധികാരികൾ വിളിച്ചു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇന്ത്യ ഞങ്ങളുടെ സഹോദര രാജ്യമാണ്, ഇതാ ഞങ്ങളുടെ സബ്മറൈനുകൾ അവിടത്തേക്ക് വരും. അമേരിക്കയുടെ കപ്പൽപ്പട വരുമ്പോഴേക്കും ബംഗാൾ ഉൾക്കടലിലേക്ക് നമ്മുടെ മുങ്ങിക്കപ്പലുകൾ വരും റഷ്യയുടെ. അത് കേട്ടപ്പോൾ അമേരിക്കക്കാർ പേടിച്ചിട്ട് തിരിച്ചുപോയി കേട്ടോ. ഇതാണ് ഇടതുപക്ഷ ആശയഗതികളുടെ മനുഷ്യ സ്നേഹം. അതിനെ തല്ലിക്കെടുത്താൻ വിചാരിച്ചാലും നുണ പറഞ്ഞ് പരത്താം. പക്ഷേ ആ ആശയമാണ് ഇന്നും ലോകത്ത് മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക. ഞാനത് ചുരുക്കുന്നു. ഇവിടെ നമ്മുടെ നാട്ടിൽ റഷ്യൻ വിപ്ലവം നടന്നപ്പോൾ അതറിഞ്ഞ് അവിടെ ഓടിച്ചെന്ന കുറേ സഞ്ചാരികൾ, ഞാനതിൻ്റെ കഥകൾ മുഴുവൻ പറയുന്നില്ല, ചരിത്രം മുഴുവൻ പറയുന്നില്ല. അവിടെ വെച്ച് തന്നെ ഇന്ത്യക്കും വേണം, അവിടെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരം നടത്തുകയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അങ്ങനെ തീരുമാനിച്ചു. അവിടെ വെച്ച് മുഹമ്മദ് ഷഫീഖ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനെ സെക്രട്ടറി ആക്കിക്കൊണ്ടൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി. പക്ഷെ തിരിച്ചു വരുമ്പോൾ അവരുടെ പേരിൽ ഒരുപാട് ഗൂഢാലോചന കേസുകൾ, അവരെ അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. കമ്മ്യൂണിസ്റ്റുകാർ കുറച്ചൊന്നുമല്ല സഹിച്ചത് കേട്ടോ. കമ്മ്യൂണിസ്റ്റുകാർ തെമ്മാടികളോ അക്രമികളോ ആയിട്ട് സഹിച്ചതല്ല. കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാം കൊന്നൊടുക്കിയത് ഈ നാട്ടിൽ സമത്വം ഉണ്ടാകണമെന്ന് പറഞ്ഞതിനാണ്, ജാതി വ്യവസ്ഥ നിലനിൽക്കരുതെന്ന് പറഞ്ഞതിനാണ്. ഞാൻ പറഞ്ഞില്ലേ, ദൈവം പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ഈ നല്ല എഴുതാൻ പഠിച്ച സവർണർ എഴുതി വെച്ചു. എന്താ എഴുതി വെച്ചത്? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ RSSകാരൊക്കെ. സ്ത്രീകളെയെല്ലാം വിളിക്കും സ്നേഹത്തോടെ, ദാക്ഷാണിച്ച് കല്യാണിച്ച് നമുക്ക് നാലമ്പലം കാണാൻ പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ പറയും, നേരെ തന്നെ മോനെ ഇക്കൂട്ടൊന്നും കൂട്ടി കൊണ്ടുപോകുന്നില്ല, ഇൻറ്റൻച്ച് വന്നാൽ കാണാനല്ലേ, ആയിക്കോട്ടെ അമ്പലം കാണാൻ പോയി. അപ്പം അവരെ ഗ്രൂപ്പാക്കി, വാട്സാപ്പ് ഗ്രൂപ്പ്, എന്നിട്ട് അതിനകത്ത് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് ദൈവം പറഞ്ഞു എന്നാ. പിന്നെ മനുസ്മൃതി അല്ലേ, ആരായി സ്മൃതിയൊക്കെ എഴുതി വെച്ചത്? ഏത് ദൈവ പറഞ്ഞത് ഈ സ്ത്രീകളെ എപ്പോഴെങ്കിലും ആരെങ്കിലും ഇങ്ങനെ വട്ടത്തിലാക്കി നിർത്തണം, പുറത്തിറക്കരുത്, അപകടകാരികളാണെന്ന്? സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? സ്ത്രീ സ്വാതന്ത്ര്യം പുരോഗമന സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃശ്യമല്ലേ. നോക്കൂ, ഇന്ന് പഴയ കാലത്തെ ജന്മി തമ്പരാക്കന്മാരുടെ കാലത്തുള്ളതുപോലെ വൈകുന്നേരം ആകുമ്പോൾ ജന്മിയുടെ കാര്യസ്ഥം വന്നിട്ട്, കുഞ്ഞിരാമ എൻ്റെ പെണ്ണിന് 17 വയസ്സായോ അല്ലെ 15 വയസ്സായോ, ഇങ്ങോട്ട് ഇറക്കി വിടോളാം. അയ്യോ തമ്പുരാനെ, അത് തീരെ ആരോഗ്യമില്ല, അതൊന്നൊരു പ്രശ്നമല്ല, നീ ഇങ്ങോട്ട് വിടുന്ന് പറഞ്ഞാൽ കുഞ്ഞിരാമൻ പെണ്ണിൻ്റെ കൈ പിടിച്ചിട്ട് ജന്മിയുടെ അടുത്ത് ഉണ്ടാക്കുമോ? നിൽക്കവിടെ, നീ ആരാ ചോദിക്കാമെന്ന് പറയും. ചപ്പക്കുറ്റിക്ക് 2 എണ്ണം കൊടുക്കും നമ്മൾ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ. ആ ചപ്പക്കുറ്റിക്ക് കൊടുക്കാനുള്ള ധൈര്യം ഉണ്ടാക്കിയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അതാണ് പറഞ്ഞത്, ജന്മിത്വത്തിനെതിരായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, ആരോടാ ദൈവം പറഞ്ഞത്? പാവപ്പെട്ട കർഷക തൊഴിലാളിയോട് പറഞ്ഞിട്ടില്ല. ദൈവം അങ്ങനെ പറയില്ല. അങ്ങനെ ഒരു മോശ ശക്തിയല്ല ദൈവം. എന്തെന്ന്? ബ്രാഹ്മണസ്യ മുഖമാസി ബാഹു രാജന്യകൃത ഉരു തദൈശ്വൈ ദ്വൈശ്യ പത്പ്യാം ശൂദ്രോ അജായതേ. ഇങ്ങനെ അത് മനുഷ്യനുണ്ടായെന്ന. ബ്രാഹ്മണൻ തലേന്നുണ്ടായത് കൊണ്ട് സ്വത്തും ബുദ്ധിയെല്ലാം അങ്ങോർക്ക്. ക്ഷത്രിയൻ കൈകളിൽ നിന്നായതുകൊണ്ട് യുദ്ധമൊക്കെ. വൈശ്യൻ ശരീരമാണ്, കച്ചവടമൊക്കെ ചെയ്യാം. ശൂദ്രൻ പാദങ്ങളാണ്, ഇവരെല്ലാം താങ്ങി നിർത്തുക, കണ്ടത്തിലും വയലിലൊക്കെ പണിയെടുത്തിട്ട്.
ഇനി ഇതിലും പെടാത്ത ഈ 4 വർണ്ണത്തിൽ പെടാത്ത മനുഷ്യരുണ്ടെന്നാ. അതാരാ? അവർണർ അല്ലേ? അവർ പറയർ പുലയർ എന്നെല്ലാം പറഞ്ഞ് അവരെ കണ്ട ചവിട്ടി തേച്ച് കളയണമെന്നാ. മനുഷ്യരല്ല എന്നാ, ചവിട്ടി അരച്ച് കളയണമെന്നാ. അയ്യങ്കാളിയൊക്കെ അതിനാ സമരം ചെയ്തത് അല്ലേ? അയ്യങ്കാളിയൊക്കെ പ്രതിഷേധിച്ച് തലപ്പാവൊക്കെ വെച്ചിട്ട് എന്നാൽ പിന്നെ ഇങ്ങനെ നടന്നു നോക്കട്ടെ എന്ന് പറഞ്ഞു. താഴ്ന്ന ജാതിക്കാരെ സ്ത്രീകൾക്ക് മാറുമറക്കാൻ പാടില്ല അല്ലേ? അവർക്ക് ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. തമ്പുരാക്കന്മാരെ വായിക്കൈവത്തി ഓച്ചാനിക്കണം. അമ്പലത്തിൽ പോകാമായിരുന്നോ കൂട്ടരെ? എൻ്റെ കുട്ടിക്കാലാവുമ്പോഴും പോലും ചിലയിടത്തെല്ലാം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിന്നെയും 10-11 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാനൊക്കെ ജനിക്കുന്നത്. അപ്പോൾ പോലും ചില അമ്പലത്തിൽ ഇന്ന് ദൂരെ നിൽക്കണം, അങ്ങോട്ടാ ശ്രീകോവിൽ. ചില ആളുകൾ വലിയ നമ്മളെക്കാളും വൃത്തിയും പഠിപ്പൊന്നും ഇല്ലാത്ത ആളുകളടക്കം ആ ശ്രീകോവിലിൻ്റെ അടുത്ത് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ താഴ്ന്ന ജാതി എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് ഈ ദൈവം അങ്ങനെ ജാതി നോക്കിയിട്ട് ഭക്തി അനുവദിക്കുന്ന ഒന്നാണോ? ഒരിക്കലുമല്ല. ദൈവത്തിന് അങ്ങനെ മനുഷ്യന്മാരുടെ ഇടയിൽ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയാണ് രവീന്ദ്രനാഥ ടാഗോറും ശ്രീനാരായണ ഗുരുദേവനൊക്കെ നമ്മളോട് പറഞ്ഞത് അല്ലേ? ദൈവത്തിൻ്റെ മുന്നിൽ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇത് ദൈവം സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞ് അവർണരെ എല്ലാറ്റിൽ നിന്നും മാറ്റി നിർത്തി അവർക്ക് വിദ്യ നിഷേധിച്ചു. അവരുടെ സ്ത്രീകൾക്കാണെങ്കിൽ ഇമാതിരി ഒരു ദൈന്യത, മുലക്കരം ചുമത്തുക. നമ്മളെത്ര മാറിയിരിക്കുന്നു. എന്നിട്ട് നികുതി കൊടുക്കാൻ എന്തെന്ന് ഓട്ടമുക്കാലം എന്തെങ്കിലും ഉണ്ടെങ്കിലേ പെറുക്കി കൊടുക്കല്ലേ? ഇല്ല ഇല്ല എന്ന് പറയുമ്പം വന്നിട്ട് ഈ സ്ത്രീയെ പ്രാപിക്കാൻ ശ്രമിക്കുകയാണ് അതിന് പകരമായിട്ട്. അപ്പോഴാണ് ഒരു സ്ത്രീ അല്ലേ, മുലക്കരം നങ്ങേലി മുല മുറിച്ചെറിഞ്ഞിട്ട് ഇതാ കൊണ്ടുപോ കാലമാടാ, ഇതുള്ളത് കൊണ്ടല്ലേ ദ്രോഹിക്കുന്നത് എന്ന്. എന്തൊരു ദൈന്യതയായിരുന്നു. ഇപ്പം എല്ലാവരുടെയും വിചാരം തനിയേ നമ്മൾ മാറി വന്നതാണ്. അല്ല, വലിയ സമരങ്ങളാണ് കർഷക സമരത്തിൻ്റെയൊക്കെ ഭാഗമായും ജന്മിത്വത്തിൻ്റെ അടിമത്തത്തിനെതിരായും മുൻ തലമുറ ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയത്. അതിനെല്ലാം ഫലമുണ്ടായി. 1957 ഇടതുപക്ഷം വന്നപ്പോൾ വലിയ മാറ്റം ഉണ്ടായി. ഭൂമിയുടെ മേലെ അവകാശം, കുടിയൊഴിപ്പിക്കൽ നിയമം കൊണ്ടുവന്നു. ഞാൻ ആ ചരിത്രമെല്ലാം പറയുന്നില്ല. പക്ഷേ വലിയ മാറ്റം ഉണ്ടായി. പൊതുവിദ്യാലയങ്ങൾ വന്നു, പെൺകുട്ടികൾക്കും പഠിക്കാമെന്നായി. ഇപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീകളാണ് അല്ലേ? ആരെങ്കിലും പഠിക്കാൻ ബാക്കിയായി പോയിട്ടുണ്ടെങ്കിൽ 90കളിൽ സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം കൊണ്ടുവന്നു. ഞാനൊരു കൊല്ലം സാക്ഷരതാ AP അസിസ്റ്റൻറ്റ് പ്രോജക്റ്റ് ഓഫീസറായിരുന്നു. സ്കൂളിൽ നിന്ന് ഒരു കൊല്ലം സാക്ഷരതാ യജ്ഞത്തിലേക്ക് വന്നു. ജീവിതത്തിലെ ഒരു നല്ല കാലഘട്ടമായിരുന്നു. കുയിലൊക്കെ കാല് നീട്ടിയിരിക്കുന്നവരെ ഇപ്പോൾ അക്ഷരം പഠിപ്പിക്കാമെന്ന് ചിലർ കളിയാക്കി. പക്ഷേ 80-90 വയസ്സുള്ള അമ്മാവന്മാരടക്കം ഒരമ്മമ്മ എന്നോട് പറഞ്ഞു, നല്ല എൻ്റെ മോളെ പിള്ളമാരിങ്ങനെ പറമ്പിൻ്റെ ആധാരമെല്ലാം തെറ്റിച്ച് എഴുതി കൊണ്ടുവന്നിട്ട് ഒപ്പിക്കും, ചുണ്ടപ്പ്. ഇത് വായിച്ചു നോക്കിയിട്ട് ഒപ്പിടാലപ്പ ഇത് പഠിച്ചാൽ. ഓർക്കങ്ങനെയാണ് തോന്നിയത്. അത് ആത്മാഭിമാനത്തിൻ്റെ ഒരു പ്രതിസ്ഫുരണാണേ. അവർ പറഞ്ഞു ഇത് വായിച്ചു നോക്കിയിട്ട് ഒപ്പിടാലോ, നമ്മളെ പറ്റിക്കൂലല്ലോ എന്നാണ്. എന്തോ ഒരു സന്തോഷമുള്ള കാലം. അത് അവിടെ നിർത്തുകയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത്. തുടർ വിദ്യാഭ്യാസം എന്ന പേരിൽ ഇപ്പോഴും തുടരുന്നു. 4ാം ക്ലാസ് തുല്യത, 7ാം ക്ലാസ് തുല്യത, 10ാം ക്ലാസ് തുല്യത, ഇപ്പോൾ +1 +2 ആയി അല്ലേ? എന്നിട്ട് 72 വയസ്സുള്ള കത്രീന ചേടത്തി, അവരെവിടെയായിരുന്നു, പത്തനംതിട്ടയിലോ മറ്റായിരുന്നു എന്ന് തോന്നുന്നുണ്ട്, BCom പഠിക്കുന്നു. നല്ല ഒരു പാൻറ്റും ഷർട്ടും എല്ലാം ഇട്ട് ഇൻസൈഡ് ആക്കിയിട്ട് കത്രീന ചേടത്തി ചെറുപ്പക്കാരി പെമ്പിള്ളേരുടെ കൂടെ പഠിക്കാനിരിക്കുന്നില്ല. അത് കണ്ടിട്ടില്ലേ? എന്നിട്ട് അവരോട് ചോദിച്ചു, BCom എങ്ങനെയാണ് വഴങ്ങുമോ? ഞാൻ 4, 7, 10 എല്ലാം പാസ്സായി, +2 കഴിഞ്ഞു. പിന്നെ BCom കുറച്ച് കണക്കധികം ഉണ്ടായി. ഞാൻ കുടുംബശ്രീൻ്റെ എല്ലാം കണക്ക് ഞാനതിന് ശരിയാക്കില്ല. അതുകൊണ്ട് BCom കണക്കൊന്നും എനിക്ക് പ്രശ്നമില്ല. അത് കത്രീനെ ചേർത്തി പറയുന്നത് യൂട്യൂബിലൊക്കെ വന്നു. കുടുംബശ്രീയിലെ കണക്കല്ല, BCom കണക്ക്. പക്ഷേ അവരുടെ ആത്മവിശ്വാസമാണ്. ആരുണ്ടാക്കി കൊടുത്തു ഈ സാമൂഹ്യ മാറ്റം? കോൺഗ്രസും BJP എല്ലാം ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്വപ്നം കാണാൻ പറ്റുമോ ഇത്തരത്തിലുള്ളൊരു മാറ്റം? അവിടെ തുടർ സാക്ഷരതാ യജ്ഞം നടത്തിയോ? അവിടെ ഇപ്പോഴും എത്രയോ സ്കൂളിൽ ചേരുന്ന കുട്ടികളുടെ ശതമാനം? സ്കൂളുണ്ടായിട്ട് വേണ്ടേ ചേരാൻ? സമ്പൂർണ്ണ സാക്ഷരത കേരളം കൈവരിച്ചത് ഈ കേരളത്തിനുണ്ടാക്കിയിട്ടുള്ള മാറ്റം എത്ര വലുതാ. അപ്പം എല്ലാം കണക്കാ. ചിലർ പറയുന്നത് അങ്ങനെയാണ്, എല്ലാ പാർട്ടിക്കാരും കണക്കാ. അയ്യോ, നിങ്ങളെല്ലാം കൂടെ വന്നിട്ട് ഞങ്ങൾക്ക് എന്താ ഉണ്ടായത്? റോഡ് പൊളിഞ്ഞു കിടക്കുന്ന കാണുന്നില്ലേ? ഏത് റോഡ്? എൻ്റെ പൊന്നെ, ഞാനിന്ന് വരുന്നത് കർണാടക സ്റ്റേറ്റിൽ കയറിയിട്ടാണ്. ഞാൻ അങ്ങോട്ട് പോയത് കൂട്ടുപടിയിൽ നിന്ന് കേട്ടോ, വിരാജപേട്ട വഴി ഗോണിക്കപ്പാലിലൊരു ബന്ധുവിൻ്റെ ഒരു കല്യാണം ഉണ്ടായിട്ട് നിർബന്ധമായും പോകേണ്ട വന്നു. രാവിലെ ഞാനും മാഷും എല്ലാം കൂടി അങ്ങോട്ട് വണ്ടി കയറി. അവിടെ പോയ വഴി, അവിടെ കൂട്ടുപുഴ വരെ തിരക്കേടില്ല, ഇപ്പം നല്ല മെക്കാടൻ റോഡാണ്. തലശ്ശേരി കൂർഗ് റോഡിൻ്റെ കൂട്ടുപുഴ വരെയുള്ള ഭാഗം. അതിൻ്റെ അപ്പുറത്തേക്ക് കയറിയപ്പോൾ നട്ടലും ഭാര്യയെല്ലാം ഊരിത്തെറിച്ചു പോയി കൂട്ടരെ. അതിരെ റോഡ്, കടകട ചടപട. ഇനി അവിടെ എത്തി ഗോണിക്കപ്പ. കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇതാ
ഇവിടെ കാഞ്ഞങ്ങാടെത്താൻ അവർ പറഞ്ഞു ഇനി വീണ്ടും ടീച്ചർ മട്ടന്നൂർ പോയിട്ട് വരണ്ട, ഇതിലെ കൂടി ഇങ്ങനെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിലെ കൂടി പോയിട്ട് ഒറ്റ മെക്കാടൻ റോഡ് കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല. നീ ഉണ്ടാവും എവിടെയെങ്കിലും, പക്ഷേ എന്തൊരു പാച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ പാച്ച് വർക്ക് ചെയ്താലും പൊങ്ങിയും താണും ഇരിക്കുന്ന നമ്മുടെ നാട്ടിൽ ഗ്രാമപ്രദേശത്തടക്കം എത്ര റോഡുകളാണ് നല്ല മെക്കാടൻ റോഡായത്. ഹൈവേ നിർമ്മാണം നടക്കുമ്പോൾ ലേശം പ്രയാസമുണ്ട് കേട്ടോ. വലിയ റോഡല്ലേ, വിചാരിച്ച പോലെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറ്റുമോ? അത് പൂർത്തിയായി കഴിഞ്ഞാൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നമ്മളൊരു പോക്കുണ്ടല്ലേ, എന്താ അതിൻ്റെ ഒരു ഉഷാർ. ഞാനതല്ല പറഞ്ഞു വരുന്നത്. കേരളം പശ്ചാത്തല സൗകര്യത്തിലും വിദ്യാഭ്യാസത്തിലും എല്ലാം മാറിയിരിക്കുന്നു, സ്ത്രീ ശാക്തീകരണത്തിലും. നോക്കൂ, കുടുംബശ്രീ അയൽക്കൂട്ടം 98 ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. ഈ ചില ബാങ്കുകാർ വന്നിട്ട് നാട്ടിലെ സ്ത്രീകളെയെല്ലാം ചെറിയ അയൽക്കൂട്ടമാക്കി മാറ്റി അവർ വഴി നാട്ടിലെ സമ്പത്തെല്ലാം സൈഫൺ ചെയ്തെടുത്ത് ബാങ്ക് ആ പൈസയും കൊണ്ട് പോയി. അപ്പോൾ ഈ അയൽക്കൂട്ടം കൺവീനറെ സ്ത്രീകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. നീ പറഞ്ഞിട്ടാണ് ഞാൻ ചേർന്നത്, എവിടെ എൻ്റെ പൈസ ചോദിക്കുമ്പോൾ ഞാനറിയില്ല, ബാങ്കുകാരെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അയൽക്കൂട്ടം കൺവീനർമാർ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി പേടിച്ചിട്ട്. ആന്ധ്രാപ്രദേശിൽ 43 പേര് മരിച്ചു. അപ്പോഴാണ് തോമസ് ഐസക്കും പാലോളി മുഹമ്മദ് കുട്ടിയെല്ലാം ചേർന്നിട്ട് പറഞ്ഞത് സ്ത്രീകൾക്കൊരു സമ്പാദ്യശീലം ഉണ്ടാവുന്നത് നല്ലതാണ്, അവർക്കൊരു ആശ്രയം കൊടുക്കാൻ. ഗവൺമെൻറ് ഗ്യാരണ്ടിയോടുകൂടി അവർക്കൊരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ അവർ പോയി ബാങ്കിൻ്റെ കെണിയിൽ വീഴില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയത്, സ്ത്രീകളുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അല്ലേ, കുടുംബശ്രീ അയൽക്കൂട്ടം. അതിനെ പിന്നെ ഗവൺമെൻറ്റുമായി ലിങ്ക് ചെയ്ത് പഞ്ചായത്ത് ഓഫീസിൽ അവർക്കൊരിടമുണ്ട്, അതിനൊരു ഭരണരംഗമുണ്ട്, സമിതിയുണ്ട്, ADS ഉണ്ട്, CDS ഉണ്ട്, ജില്ലാ മിഷൻ ഉണ്ട്, സംസ്ഥാന മിഷൻ ഉണ്ട്. ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന് പണ്ട് പറയാറില്ലേ? ഉണ്ട് കേട്ടോ. അപ്പോൾ സ്ത്രീകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. എന്നാൽ അങ്ങനെ പുറത്തേക്ക് വന്ന വിദ്യാസമ്പന്നരായ സ്ത്രീകൾ വസ്തുതകളെല്ലാം പഠിച്ച് രാഷ്ട്രീയ ബോധമുള്ളവരായി പൂർണ്ണമായി മാറിയോ? രാഷ്ട്രീയവൽക്കരിക്കണം എന്ന് പറയുമ്പോൾ ചിലർ പറയും കുടുംബശ്രീക്കാരെയെല്ലാം മാർക്സിസ്റ്റ് പാർട്ടി ചേർക്കാൻ പോയേ. ഞങ്ങളങ്ങനെയല്ല പറഞ്ഞത്. രാഷ്ട്രീയ സാമൂഹ്യ ബോധ്യം എന്ന് പറഞ്ഞാൽ എന്താ? രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ നമുക്ക് വേണ്ടി ചെയ്യേണ്ടതെന്താണ്, ചെയ്യാത്തതെന്താണ്, അത് മനസ്സിലാക്കലാണ്. ഈ സമൂഹം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? നിരവധി ജാതികളായി വേർതിരിഞ്ഞുകൊണ്ടാണോ, എന്നാൽ എല്ലാ മനുഷ്യരും തുല്യരായി ഒരുമിച്ച് നീങ്ങുകയാണോ? റിപ്പബ്ലിക് ഡേയുടെ പിറ്റെന്നല്ലേ ഇന്ന് അല്ലേ? എന്താ അവിടെ സോവറിൻ റിപ്പബ്ലിക്കായിട്ട് മാറുമ്പോൾ നമ്മൾ പറഞ്ഞത് 50-ൽ ഭരണഘടന അംഗീകരിച്ചല്ലോ. ആ ഭരണഘടനക്ക് എന്താ പറഞ്ഞത്? സ്വതന്ത്ര ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് സെക്യുലർ സോഷ്യലിസ്റ്റ് സോവറിൻ റിപ്പബ്ലിക് ആയിരിക്കുമെന്ന്. ഡെമോക്രസി മീൻസ് പെർഫെക്റ്റ് ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റിയാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാ ജാതിക്കാരും അവർക്കുള്ള പൂർണ്ണമായ അവസര സമത്വമാണ്. ജനിക്കാനും ജീവിക്കാനും വഴി നടക്കാനും പ്രാർത്ഥിക്കാനും എല്ലാം പുരുഷനും സ്ത്രീക്കും ഒരേപോലെ അവസരമാണ്. ഞങ്ങളുടെ അമ്പലത്തിൽ സ്ത്രീകളെ കയറ്റൂലെന്നോ, ഞങ്ങളുടെ അമ്പലത്തിൽ താഴ്ന്ന ജാതിയെ കയറ്റൂലെന്നോ ഒന്നും ഇന്ത്യ രാജ്യത്ത് ആചാരത്തിൻ്റെ പേരിലാണ് പറയുന്നതെന്ന് പറഞ്ഞാലും അതങ്ങനെ സാധിക്കുക. തുല്യമായ അവകാശം ഉണ്ടാവണ്ടേ? ആ തുല്യമായ അവസര സമത്വം, എല്ലാവർക്കും ഡോക്ടറാവാം, എഞ്ചിനീയർ ആവാം, കൃഷിക്കാരാവാം, ഏത് വിദ്യാഭ്യാസവും നേടാം. ആ അവസ്ഥയാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളിലുള്ള ആളുകളും പ്രാർത്ഥനയൊക്കെ വേറെ വേറെ ആയിക്കോട്ടെ, അവനവന് ഇഷ്ടമുള്ള പോലെ അല്ലേ. ഇപ്പോൾ ഹിന്ദു മതത്തിൽ ഒരുപാട് ദൈവങ്ങളുണ്ട്. ഒരാൾക്ക് കൃഷ്ണനെയാണ് ഇഷ്ടം, പ്രാർത്ഥിച്ചോട്ടെ. ഇനി കൃഷ്ണനെ പ്രാർത്ഥിക്കുന്ന ആളോട് കൃഷ്ണനെ കള, ശിവനെയെ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞാൽ ദേഷ്യം വരും അല്ലേ. ഞാൻ ആദ്യം കൃഷ്ണനെ പ്രാർത്ഥിക്കട്ടെ എന്നിട്ട് ശിവനെ, അല്ലെങ്കിൽ ഞാൻ ആദ്യം ശിവനെ പ്രാർത്ഥിക്കട്ടെ. അത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം. അല്ലാഹുവാണ് ദൈവം എന്ന് കരുതുന്നവർ അങ്ങനെ, യേശുവാണ് ദൈവം എന്ന് കരുതുന്നവർ അങ്ങനെ. പക്ഷേ ഇതിനെല്ലാം ശേഷം കൃഷിപ്പണി എടുക്കാനും റോഡുണ്ടാക്കാനും ആശുപത്രിയിൽ രോഗിയെ ചികിത്സിക്കാനും ഇതെല്ലാം മനുഷ്യർ ഒരുമിച്ച് ചേരുന്ന ഒരവസ്ഥ, അതാണ് സെക്കുലറിസം. രാജ്യഭരണത്തിൽ ഒരു മതവും കൈകടത്തണ്ട, രാജ്യം ഒരു മതത്തിൻ്റെതായി മാറണ്ട. ഒരു മതത്തിൻ്റെതായി മാറിയാൽ അപകടമാണ്. അതാണിപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ കാണുന്നത്. ഇസ്ലാം രാഷ്ട്രം, അവിടുത്തെ ഒരൊറ്റ പെണ്ണുങ്ങളെ പുറത്തിറക്കൂല കേട്ടോ. കട്ടിയുള്ള പർദ്ദയിട്ട് അതിനകത്ത് മൂടി ഇരുത്തുകയാണ്. നമ്മുടെ നാട്ടിലെ പർദ്ദ നല്ല മനോഹരമായ തുണി കൊണ്ട് നല്ല രസകരമായിട്ടുണ്ടാകും. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ ഇത് കട്ടിയുള്ള ആവരണത്തിൽ പൊതിഞ്ഞ് ആ മനുഷ്യരെ ശുദ്ധവായു ശ്വസിക്കാതെ, എന്നിട്ട് ദുർനടപ്പുകാരിയാണെന്ന് ആരോപിച്ച് കല്ലെറിഞ്ഞു കൊല്ലുക, ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. പെൺകുട്ടികൾക്ക് പഠിക്കാൻ പാടില്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ഇന്ത്യയിൽ ഒരു മതത്തിൻ്റെ പേരിലുമല്ല. ഇനി ഹിന്ദു മനുസ്മൃതിയാണ്. മനുസ്മൃതി അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ എന്താ ഉണ്ടാവുക? സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവരുത് എന്ന് മനുസ്മൃതി പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പത്തിൽ അച്ഛനും യൗവനത്തിൽ ഭർത്താവും
പ്രായമാകുമ്പോൾ മകനും സംരക്ഷിച്ചു കൊള്ളണം. കാരണം ഇതൊരു ചലബലയാണ്, ദുർബലയാണ്, ചപലയാണ്, അബലയാണ്. അതുകൊണ്ട് അതിനൊറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. എന്നോടൊരു പ്രൊഫസർ വാദിച്ചു, മഹിളാ മോർച്ചയുടെ. ടീച്ചർ, നിങ്ങൾ എന്തിനാ അതിനെ എതിർക്കുന്നത്? സ്ത്രീകൾക്ക് നല്ല സംരക്ഷണം കിട്ടൂലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ കോളേജിൽ പോയി പ്രൊഫസറായത്? നിങ്ങൾ ആ വീട്ടിൽ തന്നെ ഇരുന്നാൽ ആരെങ്കിലും കുറച്ച് ഭക്ഷണവും കൊണ്ടുതരും, കുപ്പായവും മേടിച്ചു തരും, അവിടെ ഇരുന്നാൽ പോരെ, പിന്നെ പഠിപ്പിച്ച് കാശുണ്ടാക്കാൻ പോകണം. അല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ജോലി ചെയ്യാം, നിങ്ങൾക്ക് കാശ് മേടിക്കാം, നിങ്ങൾക്ക് വസ്ത്രം മേടിക്കാം, അല്ലേ, ഒക്കെ ചെയ്യാം. പിന്നെ നിങ്ങളെന്തിനാണ് ഇങ്ങനെ വളഞ്ഞു കെട്ടി സംരക്ഷിക്കപ്പെടുന്ന ഒരു ദുർബലയാവുന്നത്? അതല്ല ഉദ്ദേശിക്കുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ അഹങ്കാരമൊന്നുമല്ല. എന്നാൽ പുരുഷന്മാരെല്ലാം അവിടെ നിൽക്ക്, ഞങ്ങൾ മാത്രം മതി, ഇനി സ്ത്രീകളുടെ ഭരണമാണ്, പുരുഷന്മാരെ തൊടിയിപ്പിക്കില്ല എന്ന് പറയുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫെമിനിസം. സോവിയറ്റ് റഷ്യയിലെ സമരനായികയായിട്ടുള്ള അലക്സാണ്ട്ര കോലൻഡോയ് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ തർക്കിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളിലെ റാഡിക്കൽ ഫെമിനിസ്റ്റുമായിട്ടാണ്. ആ ഫെമിനിസ്റ്റുകൾ, മുതലാളിത്ത രാജ്യങ്ങളിലെ ഫെമിനിസ്റ്റുകൾ വാദിച്ചത് വോട്ടവകാശം വേണം. അന്ന് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. വോട്ടവകാശം വേണം, പക്ഷേ സ്വത്തുള്ള സ്ത്രീക്ക് മാത്രമേ വോട്ടവകാശം കൊടുക്കണ്ടൂ. ആദ്യത്തെ അന്താരാഷ്ട്ര വനിതാ കൺവെൻഷനിൽ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ക്ലാരാ സെറ്റ്കിനും മറ്റും വാദിച്ചത് അല്ല, തൊഴിൽ ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളി സ്ത്രീ അടക്കമുള്ള എല്ലാ പ്രായപൂർത്തിയായ സ്ത്രീകൾക്കും വോട്ടവകാശം വേണം. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആണോ നല്ലത്, മുതലാളിത്താണോ നല്ലത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്രയേ പറഞ്ഞിട്ടുള്ളൂ, ഒരു കുരുത്തക്കേടും പറഞ്ഞിട്ടില്ല. പ്രായപൂർത്തിയായ സാധാരണ അധ്വാനിക്കുന്ന തൊഴിലാളികൾക്കും വോട്ടവകാശം വേണം. അവർക്ക് അവരുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധിയും വിവേകമൊക്കെ ഉണ്ട്. ഇതാണ് അവസാനം അലക്സാണ്ട്ര കോലൻഡോയ് സോവിയറ്റ് റഷ്യയിലെ മന്ത്രിയായപ്പോൾ ലെനിൻ ചോദിച്ചു, നിങ്ങൾ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി നിരന്തരമായി സംസാരിക്കുന്നയാളല്ലേ? അതെ. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ പറഞ്ഞു, കുറേ സ്ത്രീകൾക്ക് ആശ്വാസം കൊടുക്കണം, അവരടുക്കളയിലെ പണിയിൽ നരയിക്കുക, അവരൊന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് നാടാകെ കമ്മ്യൂണിറ്റി കിച്ചണുകൾ തുടങ്ങണം, നാടാകെ കമ്മ്യൂണിറ്റി ലോണ്ടറികൾ തുടങ്ങണം, തുണി അലക്കാനുള്ള. ഇന്നാവുന്ന ഒരു അത്ഭുതമല്ല, ഇന്നിപ്പം പട്ടണത്തിലാകെ തൊഴിൽ കിട്ടുന്നതിൻ്റെ ഭാഗമായി ലോണ്ടറിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ഒരുപാട് സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾ വന്നു കഴിഞ്ഞു. എന്നാൽ കേരളം സോഷ്യലിസത്തിലൊന്നും എത്തിയിട്ടില്ല കേട്ടോ. എന്തുകൊണ്ടാ? ഇവിടെ 4-5 തവണയായാലും, അല്ല 5-8-9 തവണയായാലും നിങ്ങൾ ഭരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതൊരു സംസ്ഥാനം മാത്രമാണ്. കേന്ദ്രം ഭരിച്ചത് കോൺഗ്രസും BJP. അത് മുതലാളിത്ത ഭരണ വ്യവസ്ഥയാണ്. അതിന് കീഴിൽ ഒരു സംസ്ഥാനത്തിന് സോഷ്യലിസ്റ്റ് ആശയഗതികൾ പൂർണ്ണമായി നടപ്പിലാക്കാൻ പറ്റുന്നില്ല. 1600 രൂപേൻ്റെ പെൻഷൻ 2000 ആക്കണം നമുക്ക് ആശയില്ല എന്നിട്ടാ. നമ്മളെ ടാക്സ് ഷെയർ മുഴുവൻ അവിടെ പിടിച്ചു വെച്ചാൽ എങ്ങനെയാ ഈ പെൻഷൻ കൊടുക്കുക? അവരെ പൈസയൊന്നുമല്ല. ഇവിടെ നമ്മൾ കൊടുക്കുന്ന നികുതിയുടെ 70% തിരിച്ചു വരേണ്ടതിന് പകരം 70% അവിടെ പിടിച്ചു വെച്ച് 30% ഇങ്ങോട്ട് തന്നാൽ എങ്ങനെ പെൻഷൻ കൊടുക്കുക? കേട്ടില്ലേ? അത് ചോദിക്കണ്ടേ? ഇനിയിപ്പം പണ്ട് ജന്മിമാർക്കെതിരായിട്ട് സമരം ചെയ്ത നമ്മുടെ സമരസേനാനികളൊക്കെ എഴുന്നേറ്റ് വരാൻ പോകുന്നുണ്ടോ? യശോദ ടീച്ചറെല്ലാം പോലുള്ള ആളുകൾ എഴുന്നേറ്റ് വരാൻ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ സമരം ചെയ്യണ്ടേ, വെക്കിവിടെ എന്ന് പറയണ്ടേ? അതിന് പറയേ, അതിനെന്തിനാപ്പാ കേന്ദ്രത്തിന് പറയും, നിങ്ങളല്ലേ ഇവിടെ ഭരിക്കുന്നതെന്നല്ലേ ചിലർ ചോദിക്കുന്നത്. കാര്യം മനസ്സിലായിട്ടില്ലല്ലോ. ഞങ്ങളെല്ലാം ഡൽഹിയിൽ പോയി സമരം ചെയ്തു. ഈ നാട്ടിലെ സ്ത്രീകൾ പറയണ്ടേ? ഏത് പാർട്ടി ആയാലും ആളുകളോട്, കോൺഗ്രസിനോട്, BJPയോട്, കോൺഗ്രസിനോട് നമ്മളെ കൂടെ നിന്ന് സമരം ചെയ്യാൻ പറയണം, BJPക്കാരോട് പൈസ ഇടവെക്കാൻ പറയണം, അല്ലേ? എന്നാലല്ലേ ശരിയാവൂ. അപ്പോൾ സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള ഒരുപാട് വികസനം. അതിലൊന്നാണ് സ്കൂളുകൾ നന്നാക്കിയത്, സാധാരണക്കാരൻ പഠിക്കുന്ന സ്കൂളുകൾ സുന്ദരമായി. അതിലൊന്നാണ് ആശുപത്രികൾ മനോഹരമാക്കിയത്, ഇല്ലേ? നല്ല മനോഹരമായിട്ടുള്ള ഫാമിലി ഹെൽത്ത് സെൻ്ററുകൾ. ഞാനിങ്ങോട്ട് ഇറങ്ങി വരുമ്പം അതിർത്തിക്ക് പാണക്കാടോ പാണത്തൂർ, അല്ലേ? പാണത്തൂർ ഇറങ്ങി വരുമ്പം നിൽക്കുന്നു നല്ല മനോഹരമായിട്ടുള്ള ഫാമിലി ഹെൽത്ത് സെൻ്റർ. ഞാനവിടെ പോയിരുന്നു മന്ത്രിയായപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ. അപ്പോൾ അവിടുത്തെ നേഴ്സുമാരെല്ലാം കണ്ടിട്ട് മറന്നുപോയിട്ടില്ല. അവരെല്ലാം കൂടി എന്നെ കണ്ടപ്പോൾ ഓടി വന്നു, ടീച്ചർ ഇവിടെ വന്നിരുന്നു. ഞാൻ പറഞ്ഞാൽ വന്നിരുന്നു. ഒരുപാട് ആൾ വരുന്നുണ്ട് ആസ്പത്രിയിൽ, നല്ലത്, വളരെ നല്ലതല്ലേ? ഇത് ടീച്ചറിൻ്റെ ഒരു മികവല്ല, ഇത് LDF ഗവൺമെൻറ് സ്വീകരിച്ച ഇടതുപക്ഷ ആശയഗതികളുടെ ആസൂത്രണത്തിൻ്റെ വിജയമാണ്. മന്ത്രി എന്നുള്ള നിലയിൽ ഞാനൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റൂല. പക്ഷേ ആ ആശയം ഏതാണ്? എന്നിട്ടും പറയുന്നു ഇടതുപക്ഷമല്ല, മഹാമോശം, എല്ലാം കണക്കാന്ന്, ഒന്നും ശരിയല്ല. അങ്ങനെ പറയാൻ പറ്റുമോ? ഈ നേടിയ നേട്ടങ്ങൾ നിലനിൽക്കണമെങ്കിൽ, സ്ത്രീകൾക്ക് അഭിമാനബോധത്തോടെ ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ശക്തമാകണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. ഞാൻ 2-3 കാര്യങ്ങൾ വളരെ ചുരുക്കി ആധുനിക കാലത്തെക്കുറിച്ച് പറയാം. ഇനിയിപ്പോൾ ജന്മിമാരെ പേടിക്കണ്ട. ഇനി ഒറ്റൊരുത്തനും വിളിച്ചാൽ കല്യാണത്തിൻ്റെ തലേന്നാൾ വീട്ടിൽ പോയി നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ നല്ല മനോഹരമായിട്ടുള്ള, ചെറിയ പൈസയാണെങ്കിൽ ചെറിയ വീട്, വലിയ പൈസയുള്ളവർ വലിയ വീട്, എന്നാലും പെണ്ണിനും ചെക്കനും കിടക്കാൻ വേണ്ടി അടച്ചു പൂട്ടുന്ന, കുറ്റിയിടുന്ന ഒരു മുറിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കല്യാണം കഴിക്കുന്നത്, അല്ലേ?
ഉത്തരേന്ത്യയിൽ ഇപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കിട, അത് വേറെ ഇരിക്കട്ടെ, ഗ്രാമത്തിലുള്ളവർ ആർക്കും ഇല്ലയെന്നൊന്നും പറയാൻ പറ്റൂല. പക്ഷേ ഇവിടെ ഇപ്പം എന്താ പ്രശ്നം? ഒന്ന്, ഇവിടെ പഴയ ഫ്യൂഡലിസത്തിൻ്റെ ചില ദുർമുഖങ്ങൾ ബാക്കിയായിട്ടുണ്ട് കേട്ടോ. അതെന്താ? ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ജാതിബോധം. അതിനെയാണ് സംഘപരിവാരക്കാരും മറ്റും പ്രോത്സാഹിപ്പിക്കുന്നത്. എന്താ പറയുന്നത് അല്ലേ? ജാതി അതുള്ളതാ, ആയിക്കോട്ടെ. പക്ഷെ ഈ ജാതിയെല്ലാം ഒന്നിച്ച് അവിടെ പോകാവൂ. നമ്മൾ സ്ത്രീകൾക്ക് പറയാൻ കഴിയണം. എന്താ പറയാൻ കഴിയേണ്ടത്? മുമ്പിങ്ങനെ ജാതി വേർതിരിഞ്ഞു നിന്ന കാലത്ത് ഞങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ചിട്ടുള്ള സങ്കടങ്ങളുണ്ട്. ഇന്ന് അതില്ല. ഇന്ന് ഞങ്ങൾക്ക് അമ്പലത്തിൽ പോവാം, ഞങ്ങൾക്ക് മീറ്റിങ്ങിന് പോകാം, ഞങ്ങൾ സ്കൂളിൽ പോകാം. വീണ്ടും ആ ജാതി വ്യവസ്ഥ അതേപോലെ തിരിച്ചു വരുന്നത് ആപത്താണ്. മറ്റൊന്ന്, കടുത്ത അന്ധവിശ്വാസത്തെ മാർക്കറ്റ് ചെയ്യുകയല്ലേ. ഞാൻ ടി വിയിലൊരു പരസ്യം കണ്ടിട്ടുണ്ട്. ഒരു മഹാലക്ഷ്മി യന്ത്രം മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചാൽ പിന്നെ ഒരു കുഴപ്പമില്ല എന്നാണ്. 3000 ഉറുപ്പ്യേ ഉള്ളൂ ഒന്നിന്. എന്നാൽ അടുത്ത ബജറ്റ് അവതരിപ്പിക്കുമ്പം 3000 ഉറുപ്പ്യക്ക് ഓരോ മഹാലക്ഷ്മി യന്ത്രം ഓരോ വീട്ടിൽ കൊടുത്താൽ മതിയാവുമോ? അത് മേടിച്ച് കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ചോളൂ. പക്ഷേ ഒന്നും ഓർക്കേണ്ടത്, അത് ഉണ്ടാക്കി വിൽക്കുന്നവർ കോടികൾ കൊയ്യുകയാണ് ഈ പരസ്യത്തിലൂടെ കേട്ടോ. അതുകൊണ്ട് മാത്രം അതല്ല വേണ്ടത്. മനുഷ്യരുടെ പട്ടിണി മാറ്റാനുള്ള മറ്റാസൂത്രണങ്ങൾ നടത്തണം. അത്ര ലളിതമായി ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മൾ. ഇനി മത്സരിച്ചെടുന്നെങ്കിൽ 3000 ഉറുപ്പ്യ ഉണ്ടാക്കി അതൊന്ന് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സ് ഖേദിക്കൊന്നും വേണ്ട. അത് വാങ്ങിക്കൊണ്ടത് കൊണ്ട് മാത്രം മാറില്ല. നമ്മുടെ സമൂഹത്തിൽ നടത്തുന്ന ആസൂത്രണത്തിലൂടെ മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. അത്ര ലഘുവായിട്ടുള്ള കാര്യങ്ങൾ വേണ്ട. അതുപോലെ ചൊവ്വാദോഷമൊക്കെ പോലുള്ള കാര്യങ്ങളിലൊന്നും അഭിരമിക്കേണ്ടതില്ല. ഒരു ഹിന്ദു കുട്ടിക്ക് ചൊവ്വയുണ്ടെങ്കിൽ അതേ നാഴിക വിനാഴികയ്ക്ക് ജനിച്ച മുസ്ലിം കുട്ടിക്കും ചൊവ്വ വേണ്ടേ? മുസ്ലിം പെൺകുട്ടി ചൊവ്വയും ബുധനൊന്നും നോക്കാണ്ടല്ലേ കല്യാണം കഴിച്ചു പോകുന്നത്. ഇനി അവർക്കും കൂടി ചൊവ്വ ഉണ്ടാക്കിയാൽ മതിയാവുമെന്ന് ചിലർ വിചാരിച്ചിറങ്ങിയിട്ടുണ്ട്, കേട്ടില്ലേ? അപ്പോൾ ഇത്ര ലളിതമായിട്ടുള്ള അന്ധവിശ്വാസ ജഡിതമായിട്ടുള്ള കാര്യങ്ങൾ, നല്ല ഭക്തിയാവാം ഗുരുദേവൻ്റെയും അതുപോലെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും ഒക്കെ. അതുകൊണ്ട് നമ്മൾ സ്ത്രീകൾ കൂടുതൽ ദുർബലരാവുകയല്ല വേണ്ടത്, കൂടുതൽ ശാസ്ത്രബോധമുള്ള നല്ല മിലിറ്റൻ്റ് ആയിട്ടുള്ള, അതിൻ്റെ അർത്ഥം അഹങ്കാരി എന്നല്ല, ഒന്ന് പറഞ്ഞ് രണ്ടിന് ആരെയും തക്കുന്നവരല്ല, കേട്ടില്ലേ? വളരെ പക്വതയോടുകൂടി പഠിച്ച് കാര്യങ്ങൾ പറയുന്ന, തുല്യ വീട്ടിലും നാട്ടിലും തുല്യ പദവിക്ക് അവകാശികളാണെന്ന ബോധമുള്ള, നന്നായി വായിക്കുന്ന പഠിക്കുന്നവരായിട്ട് മാറണമെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ മാറ്റാൻ പറ്റുള്ളൂ. രണ്ട്, മുതലാളിത്തത്തിൻ്റെ ദോഷവശങ്ങൾ കടന്നു വരികയാണ്. അതേതിലെല്ലാം വരുന്നുണ്ട്. ദിവസേന വായിക്കുന്ന പത്രക്കടലാസുകളിൽ കാണാം, ചിലപ്പോൾ നവമാധ്യമങ്ങളിൽ കാണാം, സിനിമയിൽ കാണാം. അതെല്ലാം പുതിയ സമൂഹം പകർത്തുകയാണ്. കാശ് സമ്പാദിച്ചാൽ സുഖലോലവുമായിട്ട് ആ കാശ് എങ്ങനെ വേണമെങ്കിലും വിനിയോഗിക്കുക. അതാണ് മയക്കുമരുന്ന്. മുതലാളിത്ത രാജ്യങ്ങളുടെ ഒരു വലിയ പ്രത്യാഘാതമാണ് മയക്കുമരുന്നിൻ്റെ ഉപഭോഗം. അത് കേരളത്തിലും വരുന്നുണ്ട്. കേരളത്തിൽ ആ മയക്കുമരുന്ന് എത്ര കൊലപാതകങ്ങൾ നടത്തി. കഴിഞ്ഞ ദിവസം ഒരു മോൻ അമ്മയെ കൊന്നു കളഞ്ഞല്ലേ? മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടിയാണ്. നിഷ്കരണം, എനിക്ക് ജന്മം തന്നതിനാണ് കൊന്നത് എന്ന്. എന്തൊരു സങ്കടകരമായിട്ടുള്ള അവസ്ഥ. ഞാനത് വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളും ബന്ധുക്കളുമായിട്ടുള്ള സ്ത്രീകൾ മയക്കുമരുന്നിനെതിരായിട്ടുള്ള നല്ല ബോധവൽക്കരണവും ഇടപെടലും സമൂഹത്തിൽ നടത്തണം. മയക്കുമരുന്നിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കണം. പിന്നെ സ്ത്രീകൾ ഒരു കച്ചവട വസ്തുവായി മാറുന്ന അവസ്ഥ, പെൺകുട്ടികളെയൊക്കെ കച്ചവട വസ്തുവായിട്ട് മാറ്റുക, വിൽക്കുക, അല്ലെങ്കിൽ പണത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുക, ഇതൊക്കെ മുതലാളിത്തത്തിൻ്റെ അളിഞ്ഞ വശങ്ങളാണ്. നല്ല സോഷ്യലിസ്റ്റ് സമൂഹത്തിൽ പണത്തിനോ പദവിക്കോ വേണ്ടി ഒരു സ്ത്രീക്ക് മറ്റൊരാൾക്ക് കീഴ്പ്പെടേണ്ടതായിട്ട് വരില്ല. പുരുഷനും പരസ്പര സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള, അലക്സാണ്ട്ര കോലൻഡോയുടെ ഭാഷയിൽ പറഞ്ഞാൽ കോംബ്രേഡ്ലി റിലേഷൻഷിപ്പായിരിക്കും സ്ത്രീ പുരുഷന്മാർ തമ്മിൽ. ഈ കാണുന്ന അളിഞ്ഞ ബന്ധങ്ങൾ, ഒരാളെ കല്യാണം കഴിക്കുക, മറ്റൊരാളെ പ്രേമിക്കുക, എന്നിട്ട് ഇയാളെ വിഷം കൊടുത്ത് കൊല്ലുക, ഇമാതിരി തലതിരിഞ്ഞ ഏർപ്പാടൊക്കെ വരുന്നത് മുതലാളിത്ത ജീർണതയുടെ ഭാഗമായിട്ടാണ്. അത് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ എങ്ങനെ മാന്യമായിട്ട് പെരുമാറാം, എങ്ങനെ മനുഷ്യന്മാർ തമ്മിലുള്ള വളരെ വളരെ സോഷ്യലിസ്റ്റ് രീതിയിലുള്ള അന്തസ്സുറ്റ ബന്ധങ്ങളാവാം എന്ന് പഠിപ്പിച്ചാൽ നമുക്ക് ഇത്തരത്തിലുള്ള ദുർബലതകൾ കുറേ പരിഹരിക്കാൻ സാധിക്കും. നമ്മുടെ സിനിമയൊക്കെ വളരെ മോശം. ഞാൻ കണ്ടിട്ടില്ലേ, അടുത്തൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു, പേര് പറയുന്നതിന് വിരോധമില്ല. മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമ.
എൻ്റെ അമ്മ ബോക്സ് ഓഫീസിൽ ഭയങ്കര ഹിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്റ്റാഫിനോട് പറഞ്ഞു, മക്കളെ ആ സിനിമ ഒന്ന് പോയി കണ്ടാലോ. അപ്പോൾ എൻ്റെ ഡ്രൈവർ പറഞ്ഞു, കൊന്നാൽ കാണാൻ പോലെ ടീച്ചർ. എന്താ അതിനകത്ത് കുഞ്ഞു മക്കളെ എത്ര ക്രൂരമായിട്ട് എങ്ങനെ കൊല്ലാമെന്ന് നേരിട്ട് കാണിക്കുകയാണ്. ഒരിക്കലും പാടില്ലാത്തതാണ്. ആ സെൻസർ ബോർഡിന് ഇതിന് നടപടിയെടുക്കേണ്ടതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചാൽ ഈ ആളുകളുടെ മനസ്സിലുള്ള ഈ വൃത്തികെട്ട സമൂഹത്തിനകത്ത് അത്തരം കാര്യങ്ങൾ മനുഷ്യൻ്റെ മനസ്സിലാവുന്നൊരു തെറ്റല്ല എന്നൊരു ബോധം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സെൻസർഷിപ്പ് നിയമങ്ങളിൽ പറയുന്നുണ്ട്. അതൊന്നും പച്ചക്ക് ഇങ്ങനെ കാണിക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ അത് കാണിച്ചിട്ടും സെൻസർ ബോർഡിൻ്റെ കത്രിക വീഴുന്നില്ല. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഇനി OTTയിൽ റിലീസ് ചെയ്യുമ്പോൾ സെൻസർ ബോർഡ് കട്ട് ചെയ്ത ഭാഗം കൂടി അതിനകത്ത് കയറ്റുന്ന പരസ്യം കൊടുക്കുക. ഇതെവിടെ എത്തും ഈ കാലം? സ്ത്രീകളെ കളിയാക്കിക്കൊണ്ടുള്ള പരിഹാസ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അത് ചില സിനിമകളിൽ ഞാൻ കണ്ടു. നല്ല സിനിമയായിരിക്കും, പക്ഷേ ചിലയിടത്തെത്തുമ്പോൾ സംഗതി സ്ത്രീകളെ പരിഹരിച്ചിട്ട് ഒരു സിനിമയിൽ ഒരു വിദ്വാൻ അതിൻ്റെ നായികയോട് നായകൻ പറയുകയാണ്, പ്രസിദ്ധരാണ്, അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഞാനൊന്ന് മനസ്സ് വെച്ചാൽ 10 മാസം എനിക്ക് പണി കിട്ടുന്ന. എന്തൊരു ജുഗുപ്സാവഹമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ അടുത്ത നാളിൽ ഒരു നടിയുടെ അവരെ പരിഹസിച്ചുകൊണ്ടൊരു വർത്തമാനം ഒരാൾ പറഞ്ഞ ആൾ അറസ്റ്റ് ചെയ്തു. ബോച്ചെ അല്ലേ? നടിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസവും അവരോട് എന്നിട്ട് നേരിട്ട് കുറച്ചും കൂടി ഇങ്ങനെ. അപ്പോൾ അവർ പറയല്ല എനിക്കിതാ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ശരീരം കണ്ട ഉടനെ തന്നെ ഹാലിളകുന്ന രീതി സമൂഹത്തിലുണ്ടാകാൻ പാടുണ്ടോ? അപ്പോൾ അതെല്ലാം തന്നെ വല്ലാത്തൊരു മുതലാളിത്ത ഭ്രാന്തിൻ്റെ അല്ലെങ്കിൽ ഉപഭോഗ ആർത്തിയുടെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ വന്നു ചേരുന്നുണ്ട്. നമ്മുടെ മക്കൾ ഈ യൂട്യൂബും ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. എൻ്റെ നാട്ടിലൊരു പെൺകുട്ടി അതിൻ്റെ ഭർത്താവ് ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ആളിവിടെയും കൂട്ടി വന്നു. 2 കുഞ്ഞു മക്കളും, നല്ല മെലിഞ്ഞ 2 മക്കൾ. അപ്പോൾ ഇവളിങ്ങനെ വടി പോലെ ഇരിക്കുക. ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ടീച്ചറെ ഇവളെ കഴുത്തിലാകെ ഒരു 3 പവൻ്റെ ഒരു മാല, ചെറിയ 2-3 മാല കൂടി ഞാനെല്ലാം കൂടി ഒന്നിച്ചാക്കിയിട്ട് 3 പവനാക്കി കൊടുത്തതാണ്. എന്നിട്ട് എന്തായി, ഇവളാർക്കോ ഊരി കൊടുത്തു. ഞാൻ ചോദിച്ചു ആർക്ക് കൊടുത്തു മോനെ? അവളോടന്നെ ചോദിക്ക്, ആർക്ക് കൊടുത്തു മോളെ? എനിക്കറിയില്ല. എനിക്കറിയാത്ത ആൾക്ക് കൊടുത്തോ? അത് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതാണ്. മോൻ കണ്ടാൽ അറിയോ? ആ ഫേസ്ബുക്കിൽ അയാളെ മുഖമൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ എന്തോ ഒരു പൂവിൻ്റെയോ മറ്റോ ചിത്രം. ഞാൻ ചോദിച്ചു അവനല്ലേ നീ മാല കൊടുത്ത് കണ്ടാൽ തിരിയില്ലേ? അയാളല്ല വന്നത്, ഒരു കൂട്ടുകാരനെ പറഞ്ഞയച്ചതാണ്. എന്ത് പറഞ്ഞിട്ട്? ഞാനിങ്ങനെ വളരെ പോഷായിട്ട് ജീവിക്കുന്ന നിന്നെ മനോഹരമായിട്ട് മോളെ ഞാൻ കൊണ്ടടക്കും, എറണാകുളം എല്ലാം കാണിച്ചു തരാം, എറണാകുളത്തുള്ളതാണ്. നീ ഒരു കാര്യം ചെയ്താൽ മതി, ഇപ്പം തൽക്കാലം എൻ്റെ അടുത്ത് പൈസയില്ല, അതുകൊണ്ട് നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ട് വന്നാൽ നമുക്ക് പിന്നെ ഇപ്പം ലേശം ബുദ്ധിമുട്ടില്ല. അവൾ പറഞ്ഞു എൻ്റെ പൈസയൊന്നുമില്ല. പൊന്നുണ്ടോ? ആ ഒരു മാലയുണ്ട്, എന്നാൽ അത് നീ കൊടുത്തയക്ക്, അത് വിറ്റിട്ട് ഞാനൊരു കാറും പിടിച്ച് എന്നെ കൂട്ടാൻ വരും. കാക്കേൻ്റെ തലയിൽ വണ്ണ വെച്ച് പിടിക്കാന്നുള്ള സൂത്രം പറയുന്നതൊക്കെയുണ്ട്. അതുപോലെ ഊരി കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ പറയാൻ നോക്കുമ്പോൾ ഇവളെ എൻ്റെ കൈ പിടിച്ച് വെക്കുന്നു, ഫോൺ ചെയ്യാൻ വിടുന്നില്ല. ഞാൻ ആളറിഞ്ഞാൽ ഞാൻ ചത്ത് കളി. ഞാൻ വലിയ ചെപ്പക്കുരിക്ക് 2 എണ്ണം തരാനുള്ള ദേഷ്യം എനിക്കുണ്ട്. പക്ഷേ ഞാൻ ചെയ്യാത്തത് നീ വീട്ടിൽ ചെന്നിട്ടൊരു കത്ത് എഴുതി വെക്കും, ശൈല ടീച്ചർ അടിച്ചിട്ടാണ് ഞാൻ മരിച്ചത്, എനിക്ക് ജയിലിൽ പോകേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ഈ സ്ത്രീകളോട് പറയാറുണ്ട്, ജയിലിൽ കിടന്നിട്ട് പറയേണ്ടി വരും ഞാൻ. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. പക്ഷേ ചെയ്തത് തെറ്റാണ്. പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു, പക്ഷേ പിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇത്ര ലളിതമാണ്. ഈ വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണെന്നല്ല. അതുകൊണ്ട് നല്ല ബോധവൽക്കരണം സമൂഹത്തിൽ നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഞാൻ ചുരുക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണപ്രക്രിയയിലൂടെ മാത്രമേ കേരളത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. വേറെ എന്താ മറ്റുള്ളവർ ചെയ്തിട്ടുള്ളത്? എല്ലാ പരിഷ്കാരങ്ങളും കഴിഞ്ഞ തവണത്തെ 4 മിഷനുകളടക്കം ഞാനിനി അതിലേക്കൊന്നും പോകുന്നില്ല. ഇന്ന് അന്തസ്സുറ്റ സ്ത്രീകൾ നന്നായി പഠിച്ച് എവിടെയും ഇറങ്ങിച്ചെല്ലാനും വഴി നടക്കാനൊക്കെ കഴിയുന്ന സ്ത്രീകളായി നമ്മൾ മാറിയിട്ടുണ്ട്. എന്നാൽ അതും കൊണ്ട് അനങ്ങാണ്ടിരിക്കലല്ല, ഈ പുതിയ വിപത്തുകളെ, കടുത്ത ജാതിബോധം, അന്ധവിശ്വാസം, അതിലേക്കെല്ലാം നമ്മളെ തളച്ചിടുന്നതിനെ എതിർത്തുകൊണ്ട് നേരത്തെ എത്ര നല്ല ബോധത്തോടു കൂടിയാണ് നമ്മുടെ പൂർവികരായിട്ടുള്ള സമരസഖാക്കളായ സ്ത്രീകൾ പ്രവർത്തിച്ചത്, അതുപോലെ ഈ സമൂഹത്തിലെ തെറ്റിനെതിരെ പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായാൽ ഭാവിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല സമൂഹത്തിൽ ജീവിക്കും. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മുതലാളിത്തത്തിൻ്റെ ജീർണതയിൽ അഭിരമിച്ച് അങ്ങനെയുള്ളൊരു പുഴുക്കുത്തേറ്റ ജീവിതമായിരിക്കും അവർക്ക് കിട്ടുക. അതുകൊണ്ട് നമുക്ക് ഈ സമൂഹത്തെ സംസ്കരിക്കാം, നന്നാക്കാം, നല്ല പുരോഗമനമുള്ളതാക്കി മാറ്റാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം നടക്കുമ്പോൾ മറ്റൊന്നുമല്ല ഈ നാട്ടിലെ ജനങ്ങളോട് നമുക്ക് പറയാനുള്ളത്. സോഷ്യലിസ്റ്റ് ആശയഗതികൾ ഇന്ന് ലോകം മുഴുവൻ പറഞ്ഞു തുടങ്ങി അല്ലേ? അമേരിക്കയുടെ ചെയ്തികളൊക്കെ കണ്ടിട്ട് ഇനി വരുന്ന നാളുകൾ സോഷ്യലിസത്തിൻ്റേതാണ്
സോവിയറ്റ് റഷ്യയിൽ അട്ടിമറിക്കപ്പെട്ടാലും ശരി, മറ്റെവിടെയും നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കിയാലും ശരി, ഇന്ന് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളും എല്ലാം മുതലാളിത്തത്തിൻ്റെ സൃഷ്ടിയാണ്. അതിൽ നിന്ന് ഒരറുതി വരുത്തി മനുഷ്യനെ പോലെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് സോഷ്യലിസ്റ്റ് ആസൂത്രണ പ്രക്രിയയാണ്. അതുകൊണ്ട് വരുന്ന നാളുകൾ ഇടതുപക്ഷ ആശയഗതികൾക്ക് കൂടുതൽ പ്രസക്തിയുള്ളതാണ് എന്നുകൂടി മനസ്സിലാക്കുക. കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിന്, ഞാനതാ പറഞ്ഞത്, താരതമ്യം റോഡിൽ മാത്രമൊന്നുമല്ല. അപ്പോൾ ആ ഗവൺമെൻറ്റിനെ നമുക്ക് നന്നായിട്ട് നിലനിർത്താനും പരിഷ്കരണ നടപടികളെ, മറ്റു വിഷയങ്ങൾ പറയുമ്പോൾ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയുന്ന പങ്ക് നമുക്ക് വഹിക്കാം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നല്ല അന്തസ്സോടെ ഊർജ്ജസ്വലതയോടുകൂടി നല്ല വായിച്ചു പഠിച്ചു വളർന്ന് എല്ലാ തെറ്റിനെതിരെയും സംസാരിക്കാൻ സാധിക്കുന്ന, കലഹപ്രിയർ മാത്രമല്ല, തെറ്റിനെതിരെ മാത്രമാണ് കലഹിക്കേണ്ടത്, അങ്ങനെ ചെയ്യാൻ വീട്ടിനകത്തും നല്ല ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീ പുരുഷന്മാർ നമ്മുടെ ഇടയിൽ ഉണ്ടാവട്ടെ. ഇടതുപക്ഷ ആശയഗതികളെ നമുക്ക് മുന്നോട്ട് നയിക്കാം അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.